السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على هدي، يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. വിശുദ്ധമായ റജബ് മാസത്തെ ചില വിചാരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നമ്മിലേക്ക് റജബ് കടന്നു വരും. അള്ളാഹു നമുക്ക് ദീർഘായുസ് ആഫിയത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നൽകുമാറാവട്ടെ. അപ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട ചില വിചാരങ്ങളാണ് എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മാട്ടൂൽ മൻഷർ എന്ന മഹത്തായ സ്ഥാപനം നേരത്തെയും അഥവാ കഴിഞ്ഞ വർഷത്തിലും ഇതുപോലെ ആയിരങ്ങൾക്ക് റജബ്, ഷാബാൻ, റമദാനിനെ കുറിച്ച്, റജബും ഷാബാനും റമദാനും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മഹത്വങ്ങൾ പഠിക്കാനുള്ള വേദി ഒരുക്കിയിട്ടുണ്ട്. അതെപ്പോഴും നേരത്തെ നമ്മൾ പഠിക്കണം എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. റജബ് പറക്കുന്നതിന് മുമ്പ് റജബിന്റെ മഹത്വം പഠിക്കണം. അതാണ് അതിന്റെ ബുദ്ധിപൂർവമായ രീതി എന്ന് കിതാബുകളിൽ തന്നെ ഉണ്ട്. അതിന് ഉദാഹരണം പറയുന്നത് ബറാഅത്ത് രാവിന്റെ അന്നല്ല ബറാഅത്ത് രാവിന്റെ മഹത്വം പഠിക്കേണ്ടത്, അതിന്റെ മുമ്പാണ്. ഇല്ലെങ്കിൽ നമുക്ക് കുറെ നഷ്ടബോധമാണ് ഉണ്ടാവും. നേരത്തെ തന്നെ പഠിച്ചു വെക്കുന്നത് കുറെ കൂടി ആവേശപൂർവ്വം ആ മാസങ്ങളെ, ദിവസങ്ങളെ ഏറ്റെടുക്കാനും ജീവിതത്തിൽ പരമാവധി ഉപയോഗിക്കാനൊക്കെ കഴിയും. 2-3 ആശയങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അതിമഹത്തായ മാസം നമ്മളെങ്ങനെ സ്വീകരിക്കണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റജബിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ ക്ലാസിന്റെ പ്രധാന കണ്ടന്റ്. ഈ മാസം പൂർത്തിയാവുമ്പോഴേക്ക്, റജബ് ആരംഭിച്ച് അവസാനിക്കുമ്പോഴേക്ക് ആയുസ് അള്ളാഹു നൽകിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കരുതലോടെ കാണേണ്ടത് എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കിട്ടണം, മാപ്പായി കിട്ടണം എന്നാണ് വിചാരിക്കേണ്ടത്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹിയുടെ ജാമിഉൽ അഹാദീസിൽ കാണാം, ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫി റജബ്, റജബ് മാസത്തിൽ നിങ്ങൾ കുറെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഫഇന്ന ലില്ലാഹി ഫി കുല്ലി സഅത്തിൻ മിൻഹു തഖ മിനന്നാർ, ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, നന്നാക്കുന്ന മാസമാണ് റജബ്.
അപ്പൊ റജബിൽ നമ്മളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത് എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കിട്ടണം എന്നുള്ളത്. 3 കാര്യങ്ങളാണ് റജബിൽ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. വഴി അതിലേക്ക് കടന്നു വരും. അതിൽ ഒന്നാമത്തത് ഇസ്തിഗ്ഫാറാണ്. നന്നാവാനുള്ള മാസമാണ് റജബ്. ശുദ്ധി ആവാനുള്ള മാസമാണ് റജബ്. പാപങ്ങൾ പൊറുപ്പിക്കാനാണ് റജബിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഇതേ ആശയം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണും. മഗ്ഫിറത്താണ് റജബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് റജബിനെ കുറിച്ച്. ഇതിന്റെയൊക്കെ ഒരു വൽഹാസിൽ, ഒരു സമ്മറി, താല്പര്യം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിലേക്ക് നമ്മളെ അടുക്കാൻ തടസ്സമായിട്ടുള്ള ഒരു സംഗതി തെറ്റുകുറ്റങ്ങളാണ്. ഈ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടണം. അള്ളാഹുവിനെ കുറിച്ചുള്ള വളരെ കുറഞ്ഞ സമയം SOSന്റെ യൂത്ത് കോൺഫറൻസിൽ എടുത്തൊരു ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ ഇഷ്ടപ്പെടുന്ന റബ്ബാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടാൻ. അപ്പൊ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു മാസമായിട്ടാണ് റജബിനെ നമ്മൾ കാണേണ്ടത്. റജബ് ഷഹറുൽ ഇസ്തിഗ്ഫാർ, റജബ് ഷഹറുൽ മഗ്ഫിറ എന്നൊക്കെ, റജബ് ഷഹറു തൗബ എന്നൊക്കെ മഹാന്മാര് വിശേഷിപ്പിക്കുന്നുണ്ട് റജബിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ ഏടുകളിൽ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറാണ് റജബിൽ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിലേ ജീവിതത്തിൽ ഈ റിസൾട്ട് വരുന്ന സമയത്ത് തുള്ളിച്ചാടുന്ന, ആഹ്ലാദം കൊണ്ട് ആകാശ ലോകത്തേക്ക് തുള്ളിച്ചാടുന്ന 2-3 ടീമുണ്ട്. അതിലൊന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചവരാണ്. തൂബ ലിമൻ വജദ ഫി സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറ എന്ന ഹദീസിൽ കാണാം. ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലുന്നവരുടെ, ഇസ്തിഗ്ഫാർ കൂടുതലായിട്ട് ഏടുകളിൽ ഉള്ളവർക്ക് ആണ് സർവ്വ സന്തോഷങ്ങളും എന്ന് മുസ്നദ് ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ നമ്മുടെ ഏടിൽ കുറെ ഇസ്തിഗ്ഫാർ ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് പറയുന്നത് ഇപ്പൊ ഈ എണ്ണത്തിനാണ് നമ്മളിൽ കൂടുതലായി പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്നത്. ചൊല്ലുന്നത് ഒന്നാണെങ്കിലും ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അതാണ് 1000 ചൊല്ലുന്നതിനേക്കാൾ ബെറ്റർ എന്ന തിരിച്ചറിവ് ഇനിയും നമുക്ക് വൈകിയാൽ പ്രശ്നങ്ങളായിരിക്കും. ഇനിയും നമുക്ക് വൈകരുത്. ഹൃദയത്തിൽ നിന്നാവുക, ഹൃദയത്തിൽ നിന്നാവുക. നാവ് കൊണ്ടുള്ള ഇസ്തിഗ്ഫാർ ചൊല്ലി എന്നതുകൊണ്ട്, എനിക്ക് ഹൃദയ സാന്നിധ്യം ഇല്ല എന്നതുകൊണ്ട് ചൊല്ലരുത് എന്നോ ചൊല്ലണ്ട എന്നൊന്നും ഇസ്ലാമിലില്ല. എന്നാൽ പോലും നമ്മൾ പരമാവധി മനസ്സാന്നിധ്യത്തോടു കൂടി ചൊല്ലുക. അങ്ങനെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുപ്പിച്ച് കഴുകി ശുദ്ധിയാക്കാനുള്ള മാസമായി റജബിനെ നമ്മൾ കാണും. ഇതാണ് ഒന്നാമത്തെ ആശയം. ഇസ്തിഗ്ഫാർ ഉണ്ടാവണം. ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം വഴിയെ വരും. ഒരുപാട് ആശയങ്ങൾ ഈ 1 മണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ വേഗത ഈ ക്ലാസ്സിൽ കൊണ്ടുവരുന്നത്. എല്ലാവരും വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുക. ഇവിടെ എഴുതി വെച്ച ചില നേട്ടങ്ങൾ മാത്രം ഇവിടെ വായിക്കാം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഒരാളിൽ ഉണ്ടാവുന്ന കാര്യം, ഒന്ന്, അയാൾ ചെയ്യുന്ന ജോലിയിൽ അള്ളാഹു വലിയ ബർക്കത്ത് നൽകും. ഇസ്തിഗ്ഫാറിന്റെ ഒരു നേട്ടാണത്. അയാൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ബർക്കത്ത് അയാൾക്ക് അള്ളാഹു നൽകും. 2, അൽ ഇസ്തിഗ്ഫാറു യകൂനു സബബൻ ഫി ഇൻആമില്ലാഹി അസ്സ വജല്ല അലൽ മുസ്തഗ്ഫിരീന. അയാളുടെ മക്കളിൽ, അയാളുടെ സമ്പത്തിൽ, ഇതിൽ രണ്ടിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വലാത്തൊക്കെ പറഞ്ഞ പോലെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കുകയും ചെയ്യും, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു തരുകയും ചെയ്യും എന്നുള്ളതാണ്.
ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ ഒരു പ്രത്യേകത. മൂന്നാമത്തത്, അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ വലിയ എളുപ്പം ഉണ്ടാവും. ഇബാദത്തുകൾ ചെയ്യാൻ വലിയ എളുപ്പം ഉണ്ടാവുന്ന ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർക്ക് നിസ്കരിക്കാനും നോമ്പെടുക്കാനും മറ്റു സുഹൃതങ്ങൾ ചെയ്യാനൊക്കെ നല്ല എളുപ്പമുണ്ടാവും, നല്ല എളുപ്പമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം അതാണ്. നാലാമത്തത്, അയാൾക്ക് അള്ളാഹുവിനോട് വർത്താനം പറയുന്നിടത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ച് വിശദീകരിക്കണം എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞാൽ വേഗം മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇപ്പൊ അള്ളാഹുവിനോട് വർത്തമാനം പറയാൻ ടേസ്റ്റ് കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെയും അള്ളാഹുവിന്റെ ഇടയിൽ ചില മറകൾ, ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. അത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ കുറെ തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു തോന്നലാണ് സത്യത്തില്. ഈ തോന്നിച്ച മുഴുവനും ഡിലീറ്റ് ആക്കി കളഞ്ഞ് അയാളുടെയും അള്ളാഹുവിന്റെ ഇടയിൽ വർത്താനം പറയാൻ ഭയങ്കര രസം കിട്ടുന്ന ഒരു ലോകം സൃഷ്ടിക്കപ്പെടും ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലുമ്പോൾ. ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലുന്ന സമയത്ത് അയാളുടെയും അള്ളാഹുവിന്റെ ഇടയിലുള്ള ഒരു എന്തോ ഒരു മറ അങ്ങോട്ട് പൊളിഞ്ഞ് അയാൾക്ക് അള്ളാഹിനോട് ഭയങ്കരമായിട്ട് വർത്താനം പറയാൻ ഭയങ്കര രസം കിട്ടും. ആ രസം കിട്ടിയാൽ അതിനേക്കാൾ ടോപ്പ് ടേസ്റ്റ് ലോകത്ത് ഒരു ഫുഡിനും കിട്ടൂല. അള്ളാഹുവിനോട് വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു രസം ഉണ്ടല്ലോ. ചിലപ്പോ നമുക്ക് ഒരുപക്ഷെ 27 അവർ റമദാനിലൊക്കെ പാതിരാത്രി കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അതിലുണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, അപാര ടേസ്റ്റ് ആയിരിക്കും. അഞ്ചാമത്തെ ഒരു കാര്യം, അൽ മുസ്തഗ്ഫിർ തസീർ ദുനിയ ഫി ഖൽബിഹി. ദുനിയാവിനോടുള്ള ഒരു വില ഇസ്തിഗ്ഫാർ ചൊല്ലുന്തോറും അയാളുടെ കൽബിൽ ചെറുതാവും. ദുനിയാവൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. അതാണ് ഈ സൂഫിയാക്കൾക്ക് സംഭവിക്കുന്നത്. ദുനിയാവിനോട് വലിയ കാര്യമേ അവർക്ക് ഉണ്ടാവില്ല. ലോകം മുഴുവനും അടക്കി ഭരിച്ചിട്ടും സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ ദുനിയാവിന് വലിയ കാര്യമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ഒരു നേട്ടമാണ്. ആറാമത്തത്, ജിന്ന് മനുഷ്യ പിശാചുക്കളിൽ നിന്ന് അയാൾ ദൂരത്താവും. പിശാചിന്റെ പിരടിക്ക് കൊടുക്കുന്ന ഒരു കോടാലിയാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. മനുഷ്യന്മാരിലും പിശാചുണ്ടാവും, ജിന്ന് വിഭാഗത്തിലും പിശാചുണ്ടാവും. അത് രണ്ടും ഇല്ലാതാവും. അത് ആ രണ്ട് ശത്രുക്കളിൽ നിന്ന് ദൂരത്താവുന്ന ഒരു കർമ്മാണ് ഇസ്തിഗ്ഫാർ. റജബാണ് ഇസ്തിഗ്ഫാറിന്റെ മാസം. ഏഴാമത്തത്, അയാൾക്ക് ഈമാനിന്റെ ടേസ്റ്റ് കിട്ടി തുടങ്ങും. ഈമാന്റെ ഒരു ടേസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഹലാവത്തുൽ ഈമാൻ എന്നാണ് അതിന്റെ ആ മധുരത്തിന്റെ ഒരു പേര്. ഈമാനിന്റെ ഒരു മധുരം. ഈമാനിന്റെ മധുരം എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ തെറ്റുകുറ്റങ്ങള് പുറത്ത് കിട്ടുമ്പോഴാണ് ഈമാന്റെ മധുരം കിട്ടുക. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ നോമ്പോക്ക എന്നല്ലാതെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും കിട്ടൂല. ചില മഹാന്മാര് റമദാന്റെ പകല് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് നിർത്തും അവര്, എന്നിട്ട് ബാക്കി രാത്രി ഓതാന്ന് പറയും. അതിന്റെ കാരണം പറയണത് ഈ സ്വർഗത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോ ആ സ്വർഗ ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് എന്റെ നാവില് വരുന്നുണ്ടോ എന്നൊരു പേടി. അയ്യടാ, അതിന്റെ ലെവലുകൾ ആലോചിച്ചോക്കെ. സത്യം പറഞ്ഞാല് ഈ നമുക്കൊക്കെ പറഞ്ഞത് സ്വർഗത്തിലെത്താൻ കൊതിക്കുന്ന സാധാരണക്കാരായ നമ്മളെ പോലത്തെ ടീമിന് പറഞ്ഞതാണ് സ്വർഗത്തിലെ മുന്തിരിത്തോട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഈ ഔലിയാക്കൾക്ക് എന്ത് മുന്തിരിത്തോട്ടം? ഈ സിദ്ദീഖങ്ങളെല്ലാം സ്വർഗത്തിലെത്തിയാല് മുന്തിരി, എന്ത് മുന്തിരി? ആപ്പിള്, എന്ത് ആപ്പിള്? അവർക്ക് എന്ത് ആപ്പിള് പറഞ്ഞത്, എന്ത് മുന്തിരി ഒന്ന്? ഹൂറുൽ ഈൻ, എന്ത് ഹൂറുൽ ഈൻ? അവർക്ക് അങ്ങനത്തെ ഒരു രസമേ ഇഷ്ടമേ ഇല്ല. അവർക്ക് അള്ളാഹുവിനെ വേണം, അള്ളാഹിനെ വേണം. ഈ അള്ളാഹുവിലേക്ക് കഴിയണം, അള്ളാഹുവിലേക്ക് ലയിക്കാൻ നമുക്ക് കഴിയണം. എന്നാണ് നമ്മൾ ഈ എന്ന ലോകത്ത് നിൽക്കുന്ന രാജിവെച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് പോവുക, എന്നാണ് നമുക്ക് സാധ്യമാവും. ഔലിയാക്കൾ പോയ ഒരു ലോകത്തേക്ക് നമുക്ക് പോകണ്ടേ? അതിന് ഇപ്പൊ ഇറങ്ങുന്ന കുറെ സൂഫി പാട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പം കുറെ ആൾക്ക് ദുന്യാവിൽ ഭ്രാന്ത, നിങ്ങൾക്ക് അനങ്ങാണ്ട് എന്നാലേ നിങ്ങൾക്ക് വെറുതെ പിരാന്താവരുത്. അതൊന്നല്ല ചങ്ങായിമാരെ, നമുക്ക് നമ്മുടെ ഒറിജിനൽ ലൈഫ് ഇൽമില്ലാണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയും. ഇൽമ വേണം, ഇൽമ വേണം. ഇല്ലെങ്കിൽ പെട്ടുപോകും എന്ന് പറഞ്ഞ പെട്ടുപോകും. കണ്ട ചട്ടിയും പാത്രവും ആയിട്ട് ഇങ്ങനെ മുട്ട എന്നിട്ട് ഇങ്ങനെ കുറെ ആൾക്ക് പിരാന്താവുക.
അതിലപ്പുറത്ത് നമുക്ക് ഒരു നിലപാടിലേക്ക് നമ്മൾ വരണം. എന്താണ് നിലപാട് എന്ന് പറയുന്നത്? കുറെ പഠിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ വഴിയെ ഒരു സ്റ്റാൻഡ് എന്ന അർത്ഥത്തിൽ തന്നെ പറയും. കാട്ടിക്കൂട്ടലൊന്നല്ല. കുറെ സൂഫി ഗാനം പാടലാണ് ഇപ്പോഴത്തെ സൂഫി എന്ന് പറയുന്നത്. കുറച്ചു കാലം വരെ അത് ഇഷ്കിലായിരുന്നു. ഇപ്പൊ അത് സൂഫിസത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ വഴി അതിലേക്ക് വരാം. അപ്പൊ പറഞ്ഞു വരുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ ഹലാവത്ത് കിട്ടണം, അള്ളാഹുവിലേക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടണം. ആ ടേസ്റ്റ് കിട്ടാൻ എന്തൊക്കെയോ വളഞ്ഞ മാർഗത്തിലൂടെ പോകുമെന്നും വേണ്ട, ശരിയായ റൂട്ടിൽ മാത്രം പോവുക. ശരിയായ റൂട്ടിൽ. അത് ഇസ്തിഗ്ഫാർ അല്ല, നല്ലോണം ഇസ്തിഗ്ഫാർ അല്ല. ഈ ഇസ്തിഗ്ഫാർ ചെല്ലുക എന്ന് പറഞ്ഞാല് അസ്തഗ്ഫിറുല്ലാഹി ഇന്റെ എത്ര ഇസ്തിഗ്ഫാർ ആയിന്ന് ചോദിക്കലല്ല. അത് ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് പറയാ, തൗബത്തു അന്നദം, നന്നാവണം അള്ളാഹ്, കുറെ തെറ്റ് ചെയ്തു, എനിക്ക് നന്നാവണമെന്ന് പൂതിയുണ്ട്. ആ പൂതി എന്നെ പിന്നെ എന്റെ മനസ്സിൽ നീയാണ് ഇട്ടുന്നത്. അത് നീ കുറെ കാലമായി എനിക്ക് ഇട്ട് തരുന്നത്. ഇനിയും അത് ഞാൻ ആ കയറ് പിടിച്ച് കയറിയിട്ടില്ലെങ്കിൽ ഞാൻ തടയപ്പെടുമോ എന്നൊരു പേടിയുണ്ട്. യഹൂലു ബൈനൽ മർഇ വ ഖൽബി സൂറത്തുൽ അംഫാൽ. അള്ളാഹു കുറെ കാലം ട്രെയിനിന്റെ ഗേറ്റ് അങ്ങ് തുറന്നു തരും. പിന്നെ കുറെ ഗേറ്റ് പോകുന്നില്ലെങ്കിൽ ഗേറ്റ് അങ്ങ് പൂട്ടും. എപ്പോഴും നമുക്ക് നന്നാവണം എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. കുറെ കാലമൊക്കെ അള്ളാഹു ഇട്ടുതരും. റഹ്മാനായ റബ്ബ് വാതിൽ തുറന്നു. എന്നിട്ടും ഈ ഹറാമും തെറ്റുകുറ്റങ്ങൾ തന്നെയായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാലും പിന്നെ ക്ലോസ് ചെയ്തേക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബദരീങ്ങളെ വർക്കത്തുണ്ട്. അങ്ങനത്തെ ഒരു കടുത്ത തീരുമാനം നമുക്കെതിരെ അള്ളാഹു വരുത്തിക്കാതിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഒരു ഘട്ടം തെറ്റൊക്കെ ചെയ്തു പോകും, പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ മതിയാക്കണം. അങ്ങനെ വേണം. അപ്പൊ ഇസ്തിഗ്ഫാർ ഉണ്ട്, മനസ്സുണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ഖേദം പറയണം, ഞാൻ നന്നാവണം എന്നിങ്ങനെ ആഗ്രഹിക്കുക. അതൊക്കെ തന്നെ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. പദങ്ങളെ ചൊല്ലിയുള്ള ചർച്ചകളല്ല. ലൈസലി ദുആഇ ദുആഇന് അങ്ങനെ പദങ്ങളും അക്ഷരങ്ങളും അധരങ്ങളൊന്നും വേണ്ട. അള്ളാഹ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയായിട്ട് ഇങ്ങനെ കടന്നു വരണം അള്ളാഹുലേക്ക്. 1K ആയി നമ്മുടെ ഓഡിയൻസ്. കുറെ ആൾക്കാർ എൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ വന്നിട്ട് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. സംഘാടകർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. ക്ലാസ് തുടരുന്നു. 8ാമത്തേത് ഹുസൂലു മഹബ്ബത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും ഇസ്തിഗ്ഫാർ ചെല്ലുന്നവർക്ക്. അതാണല്ലോ നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഈ അടുത്ത് നമുക്ക് ഒരു ഉസ്താദ് ക്ലാസ് എടുത്ത് തരുമ്പോൾ, കറക്റ്റ് പറഞ്ഞാൽ ചെറുശോൽ ഉസ്താദ് ക്ലാസ് എടുത്ത് തരുമ്പോൾ പറഞ്ഞു, എന്താണ് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ ആരും കൊതിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് എന്നുള്ള വിഷയത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകരുത്. അള്ളാഹുവിന്റെ ഇഷ്ടമാണല്ലോ ഏറ്റവും വലുത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമ്മളെ പടച്ച തമ്പുരാൻ നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ടാല് ഉടനെ തന്നെ അയാളെ പറ്റിയിട്ട് അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വിളിച്ചു പറയും, എനിക്ക് ഇന്നാൾ ഇഷ്ടമാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മളെ പേര് രാജാവ് പറയാന്ന് പറഞ്ഞാൽ, അതും ആകാശ ലോകത്ത് വെച്ചിട്ട് നമ്മളെ ഒന്നിനും കൊള്ളാത്ത ദുർബലരായ നമ്മളെ പേര് അള്ളാഹു പറയാം ജിബ്രീലിനെ വിളിച്ചിട്ട്. എന്നിട്ട് പറയണത് ഇന്നി ഉഹിബ്ബുഹു, ജിബ്രീലെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ബുഖാരിയുടെ ഹദീസ. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഷ്ടപ്പെടും. അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളല്ലേ. അപ്പൊ പിന്നെ ആകാശ ലോകത്തെ എല്ലാ മലക്കളും ഇഷ്ടപ്പെടും. ആകാശ ലോകത്തെ മലക്കൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭൂലോകത്തെ എല്ലാ സ്വാലിഹീങ്ങളുടെ കൽബിലും അയാളോട് ഒരു ഇഷ്ടമുണ്ട്. അത് കുറെ നാടകങ്ങൾ സ്വാലിഹീങ്ങളെ മനസ്സിൽ ഉണ്ടാവില്ല, റെക്കോർഡ് ചെയ്യപ്പെടണം. മേലെ അള്ളാഹുവിന്റെ അടുത്തും മലക്കളുടെ അടുത്തും കബൂലിയത്ത് ഉണ്ടാവണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇന്നല്ലാഹ യുഹിബ്ബു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിശദീകരിച്ച് ചോദിക്കുന്നുണ്ട്, ആകാശ ലോകത്ത് നമ്മുടെ പേര് ചർച്ച ചെയ്യുക, ആകാശ ലോകത്ത് നമ്മളെ പേര് ചർച്ച ചെയ്യുക. ഉദാഹരണം പറയാം. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അബൂദർ അൽ ഗിഫാരി തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് അബൂദർ അൽ ഗിഫാരിയാണ് എന്ന് പറഞ്ഞു. മറ്റു ചില റിപ്പോർട്ടിൽ അബൂദർദ തങ്ങളെ കുറിച്ചുമായിട്ട് പറയുന്നുണ്ട്. അന്നേരം ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, അവരെ നമുക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട്. എങ്ങനെ പരിചയം എന്ന് വെച്ച്, അവര് താഴ്മയുള്ള മനുഷ്യനല്ലേ, കുലുഹുല്ലാഹു കൂടുതൽ ഓതുന്ന ആളല്ലേ.
ആ ആകാശ ലോകത്ത് മൂപ്പര് ഭയങ്കര ബ്രാൻഡഡ് ആയ ആളാണെന്ന് പറയുന്നത്. ആകാശ ലോകത്താ മനുഷ്യന്മാരെ നമ്മൾ വേണ്ടത്. ഈടുന്ന് ഇങ്ങനെ കുറെ മനുഷ്യന്മാര് ഇഷ്ടവും ലൈക്കും കമന്റും കിട്ടിയിട്ട് എന്തപ്പം വേണ്ടത്? ഇവിടുന്ന് ആര് ഈ ലോകം മുഴുവൻ നമുക്ക് അനുകൂലമായാലും എന്ത് ചുക്ക നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ആകാശ ലോകത്ത് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അതാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും തോറും അയാൾക്ക് അള്ളാഹു നൽകുന്നത്. അടുത്തത് അയാളുടെ ബുദ്ധി വർദ്ധിക്കും. ബുദ്ധി വർദ്ധിക്കും എന്ന് പറഞ്ഞാല് നിങ്ങൾ നാളെ സ്വീഡന്റെ അടുത്ത് പോയിട്ട് നോബൽ സമ്മാനം വാങ്ങാനൊന്നും പോകണ്ട. ആ ബുദ്ധി വർദ്ധിക്കൽ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്തൊരു ബുദ്ധിയുണ്ട്, ഷാഫി ഇമാമിന് കൊടുത്തൊരു ബുദ്ധിയുണ്ട്, ആലിമീങ്ങൾക്ക് കൊടുത്തൊരു ബുദ്ധിയുണ്ട്. അള്ളാഹുവിനെ അറിയാനുള്ള, പരലോകം ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയെ കുറിച്ചാണ് ഇവിടെ ചർച്ച. തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധി കുറയും എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ഹറാമുകൾ ചെയ്യുന്നവരല്ലേ സയന്റിസ്റ്റ് ആവുക എന്ന ചോദ്യം തന്നെ അപ്രസക്താണ്. നിങ്ങൾക്കെന്ത് ബുദ്ധിയെ കുറിച്ച് അറിയാം? ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ അറിയാത്തവർക്ക് എന്ത് ബുദ്ധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാത്തവർക്ക് എന്ത് ബുദ്ധി? എന്ത് ബുദ്ധി നിങ്ങൾ പറയണത്? നിങ്ങളെ എന്ത് ഐക്യു എന്ത് ടെസ്റ്റാ നടത്തിയേക്കണത്? ആ ടെസ്റ്റിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച. അവർ അള്ളാഹുവിനെ ഓർത്തിട്ട് അവർക്ക് രസം പിടിച്ച ഒരു ലോകത്തേക്കാണ് അവർ പോയേക്കുന്നത്. അത് വേണം. പിന്നെ അവരുടെ ജീവിതത്തിൽ പത്താമത്തത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ദഹാബുൽ ഹമ്മി വൽ ഗമ്മി വൽ ഹുസൻ, കഴിഞ്ഞ ഏതോ കാര്യത്തെക്കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടാവില്ല, വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചും ടെൻഷൻ ഉണ്ടാവില്ല. എന്ത് ടെൻഷനാ? എങ്ങനെ ടെൻഷൻ ഉണ്ടാവുക? എന്ത് ടെൻഷൻ ഉണ്ടാവുക? സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയിൽ നിന്ന് പറയുന്നുണ്ടല്ലോ. എന്താ സൗർ ഗുഹയിൽ നിന്ന് പറഞ്ഞേക്കണത്? നബിയെ, ശത്രുക്കൾ വേറെ റഡാർ സിസ്റ്റം വെച്ച് നോക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം വെച്ച് നോക്കണ്ട. അവരുടെ കാലിലേക്ക് എന്നെ നോക്കിയാൽ ലറാന നമ്മളെ കാണും എന്ന് പറഞ്ഞാൽ നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു ഇരിക്കുന്ന ഗുഹയുടെ മുകളിലാണ് ശത്രുക്കൾ ഉള്ളത്. അവരിങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, ലറാന നമ്മളെ കാണുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാറക്കല്ലിന്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ശത്രുക്കളും അവരും തമ്മിൽ. ഒന്നിങ്ങനെ നോക്കിയാൽ മതി. അപ്പോഴാണ് നബി തങ്ങൾ പറയണത് ഇല്ല, കാണൂല. വൈ നോട്ട്? എന്തുകൊണ്ട് കാണൂല എന്നൊരു ചോദ്യം അവിടെ അന്തരീക്ഷത്തിൽ കിടക്കുന്നുണ്ട്. ആ അന്തരീക്ഷത്തിന്റെ ചോദ്യത്തിന് കൂടി തങ്ങൾ മറുപടി പറയുന്നുണ്ട്, ഇന്നല്ലാഹ മഅന, നമ്മുടെ രണ്ടാളുടെയും കൂടെ അള്ളുണ്ട്. കാരണം എൻ്റെ കൂടെ ഉള്ള ആൾ വോൾട്ടേജ് ഉള്ള ആളാ. നമ്മുടെ രണ്ടാളുടെയും കൂടെ അള്ളുണ്ട്. വളരെ വിദ്യാക്കളായ ശത്രുക്കളായിട്ട് മൂസ നബി അലൈഹി സ്വലാമും ബനീ ഇസ്രായേലുകാരും സമുദ്രത്തിന്റെ മുന്നിലെത്തി. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ബേക്കിൽ ശത്രുക്കള്, മുമ്പിൽ ആർത്തിരമ്പുന്ന ഒരു സമുദ്രം. എന്താ ചെയ്യാ? അപ്പോൾ ഒന്നിച്ചുള്ളവർ പറഞ്ഞു, ഇന്നാലെ മുതറക്കൂൻ, ഇപ്പൊ നമ്മളെ പിടിക്കുന്നു, ഇപ്പോൾ നമ്മളെ പിടിക്കുന്നു. ഒന്നിച്ചുള്ളവർക്ക് വോൾട്ടേജ് കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് മൂസ നബി പറയണത് ഇല്ല, പിടിക്കൂല, കല്ല, പിടിക്കൂല. എന്ത് നിങ്ങൾ പറയണ മൂസ നബി? നിങ്ങൾക്ക് എന്ത് ഈ വർത്താനം? നിങ്ങൾക്ക് അടിച്ച് വർത്താനം ഉണ്ടല്ലോ. ബേക്കിൽ ശത്രുക്കള്, മുമ്പിൽ സമുദ്രം. നമ്മൾ അവന് മൂസാ നബി കൊടുക്കുന്ന മറുപടി ഉണ്ട്, എന്റെ കൂടെ അള്ളുണ്ട്. എന്റെ കൂടെ, നമ്മളുടെ കൂടെ അല്ല, എന്റെ കൂടെ. എന്റെ കാരണം ഒന്നിച്ചുള്ളവർ അത്ര പോരാ. ഇനിയിപ്പൊ അടുത്ത മെമ്പർഷിപ്പ് എടുത്തിട്ടേ ഉള്ളൂ. അതേസമയത്ത് സിദ്ദീഖങ്ങളെ നിബിധങ്ങൾ പറഞ്ഞ വാക്ക് നോക്കണം, ഇന്നല്ലാഹ മഅന, നമ്മൾ ഒന്നിച്ച് അള്ളുണ്ട് മോനെ. കാരണം ഇത് കൂടെ ഉള്ളത് സിദ്ദീഖാണ്. സിദ്ദീഖ് തുല്യതയില്ലാത്ത നേതാവ്. സർവ മോമിനിങ്ങളുടെയും സ്വർഗ കവാടാണ് സിദ്ദീഖ് റളിയല്ലാഹു എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് സിദ്ദീഖ് റളിയല്ലാഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫങ്ങളെയും സഅദ് ബിൻ അബി വക്കാസങ്ങളെയും സഈദ് തങ്ങളുടെയും ത്വൽഹ തങ്ങളെയും അശറത്തുൽ മുബശ്ശറിന്റെ എല്ലാരെയും എന്നൊക്കെ പറഞ്ഞത് ശരിയാ. സിദ്ദീഖങ്ങൾ വെറുതെ ഈ മൂലക്കിരിക്കുന്നതാണ്. കൂലി മൊത്തം വാങ്ങിയിട്ട് മൂലക്കിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മുഖ്യധാരയിൽ വരുവേ ചെയ്യില്ല അവരുടെ ഒക്കെ ഒരു പ്രത്യേകത, അവരെ മഹബത്ത് അത്രയും ടോപ്പാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയും, ലവിത്തഖത്തു ഖലീലൻ ലത്തഖത്തു അബൂബക്കറിൻ ഖലീല.
അബൂബക്കറെ, ഞാനൊരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ, ഏറ്റവും ഇഷ്ടക്കാരനായ കൂട്ടുകാരനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അബൂബക്കറിനെ സെലക്ട് ചെയ്യുമായിരുന്നു. ബട്ട് ഐ കാൺട്ട്, എനിക്ക് നടക്കൂല. എന്തുകൊണ്ട് നടക്കൂല? എന്റെ കൽബിൽ ഒരു സൂചി കുത്താൻ വരെ സ്ഥലമില്ല. എന്റെ കൽബിൽ ഫുൾ അള്ളാഹു ആണ്. ഒരു ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ എന്റെ അബൂബക്കറിനെ കയറ്റുമായിരുന്നു. പക്ഷെ ഇല്ലല്ലോ മോനെ, ആ ഹദീസിൽ എല്ലുമായി. ഈ മഹബത്തിന്റെ ലോകത്തേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി ഇസ്തിഗ്ഫാർ. 11 ഇഖ്ബാലുല്ലാഹി അലൽ മുസ്തഗ്ഫിരി വ ഫറഹിഹി ബി തൗബത്തിഹി. അള്ളാഹ്ക്കാണ് ഏറ്റവും സന്തോഷം ഉണ്ടായാലും അടിമകൾ തൗബ ചെയ്യുമ്പോൾ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. അള്ളാഹ് തന്ന സർവ്വ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് അള്ളാഹ്ക്കെതിരെ തെറ്റും ചെയ്തിട്ട് എന്നിട്ട് നാണമില്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അള്ളാഹ് അങ്ങനെ പറയൂല. നമുക്ക് അങ്ങനത്തെ ഒരു അള്ള ഇല്ല. അങ്ങനെ പ്രതീക്ഷ മൊത്തം കെടുത്തിക്കളയുന്നു അങ്ങനെ ഇല്ലേ ഇല്ല. 100 ആളെ കൊന്നാളുടെ മനസ്സിലും മതിമോനെ നന്നായിക്കൂടെ എന്ന് തോന്നിപ്പിച്ചത് അള്ളാഹുവാണ്. മതി 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 മതി, 100 ആളെ കൊന്നില്ല, മതിയില്ലേ, സെഞ്ചുറി ഒക്കെ ആയില്ലേ, മതി, ഇനി നീ വരി, നിന്റെ വികാരം തീർന്നില്ലേ? എത്ര ചെറുപ്പക്കാരുണ്ട് ലോകത്ത്, എന്തെല്ലാം ഹറാമ അവര് ചെയ്ത് കൂട്ടിയത്, എന്നിട്ടോ നന്നാവുന്നില്ലേ? റിസാലത്തുൽ ഖുശൈരി എന്ന് പറയുന്ന കിതാബിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നത് 2 മഹാന്മാരുടെ ചരിത്രം. ഒന്ന് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, 2 ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. എന്താണ് അവരുടെ ചരിത്രം തന്നെ തുടക്കത്തിൽ പ്രിഫേഴ്സിൽ തന്നെ കൊണ്ടുവന്നത്? ജീലാനി തങ്ങളില്ലേ, ജുനൈദുൽ ബഗ്ദാദി തങ്ങളില്ലേ, ഉത്ബത്തുൽ ഉലാം റളിയല്ലാഹു അൻഹു ഇല്ലേ? അതിന് കാരണം ഇബ്നു അത്തിയ്യ തങ്ങൾ. അതിന് കാരണം പറയണത് എന്താ അറിയോ? കാരണം വേറൊന്നുമല്ല, ഈ ജീലാനി തങ്ങൾ എന്നെല്ലാം പറഞ്ഞ സൂപ്പർ സ്റ്റാറായ ഔലിയാക്കൾ, വേറെ തന്നെ ലെവലായ ഔലിയാക്കൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ബാബാ മുദൂവിന് കുത്തുബായി വന്നവരാ എന്ന് പറഞ്ഞ ഉപ്പാന്റെ മുതുകിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഔലിയാക്കളുടെ പോസ്റ്റ് ഡിഗ്രിയും ഒക്കെ ഒരു നേടിയെടുത്തതാണ്. അവരുടെ ചരിത്രം ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ, ജനിക്കുമ്പോൾ തന്നെ ഔലിയാക്കളായ റിഫായ് ഷേഖ്, ജീലാനി തങ്ങളെ പറഞ്ഞാല് ഈ വായനക്കാർക്ക് ഒരു നിരാശ വരും, പുതിയ ജനറേഷന് പ്രത്യേകിച്ചും. ഓഹോ, ഇതാ ഔലിയാക്കൾ എന്നെല്ലാം പറഞ്ഞാല് അതെല്ലാം ഡിഗ്രി PG പഠിക്കണതിന് മുമ്പ് തന്നെ നല്ല ജീവിതം ഉണ്ടാവണോ അല്ലെ? ശരിയെന്ന് ഇത് നമുക്ക് പറഞ്ഞല്ല എന്ന് തോന്നാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് റിസാലത്തുൽ ഖുശൈരി ഫസ്റ്റ് തന്നെ ജീവിതത്തിന്റെ പകുതിയോളം കൊട്ടാര ജീവിതത്തിലും ദുനിയാവിലും പെണ്ണിലും പ്രേമത്തിലും കൊള്ളപ്പണിയിലും ഹറാമിലൊക്കെ ജീവിച്ച, എന്നിട്ട് നന്നായ, എന്നിട്ട് ഔലിയാക്കളുടെ ലീഡർമാരായ സൂഫിയാക്കളുടെ ചരിത്രം ഫസ്റ്റ് 2 ഇടാനുള്ള കാരണം അതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ആർക്കും വരട്ടോ, എപ്പോഴും വരാം, ആർക്കും വരാം, ഒരു പ്രശ്നമില്ല. ഇന്നലെ വരെ, ഇന്നലെ വരെ, ഇന്ന് രാത്രി വരായാലും കുഴപ്പമില്ല. അള്ളുണ്ട്, ഓപ്പൺ. ലാ തഖുദുഹു സിനത്തും വലാ നൗം. അള്ളാഹ് ഉറക്കൂല, തൂങ്ങി ഉറക്കൂല. നേരത്തെ ഒരു അപ്പോയിന്റ്മെന്റും എടുക്കണ്ട, ഫോം ഫില്ല് ചെയ്യണ്ട, ഒന്നും വേണ്ട, ആരും വേണ്ട. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നോളി. ഫൈനി ഖരീബ്, ഐ എം റെഡി ഹിയർ, ഐ വിൽ ബി ഹിയർ. വേണ്ട, എന്ത് രസാണെന്നറിയാം നമ്മളെ മതം. പഠിച്ചു നോക്കിയേ, അറിഞ്ഞോക്കിയേ, എന്നിട്ടൊരു ഇസ്തിഗ്ഫാർ നിങ്ങൾ മനസ്സെന്ന് ചൊല്ലി നോക്കിയേ, തകർന്നു പോകും മനസ്സ്. പിന്നെ ബാക്കി നമുക്ക് ചൊല്ലാൻ കഴിയില്ല. ഇതാരോടാ പറയുന്നത്? നമുക്ക് തന്നെ ഒരു എന്താണ് വാക്കുകൾ. എഴുത്തച്ഛന്റെ മലയാളത്തിന് കുറെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ കീഴടങ്ങി. എന്നിട്ട് ഇസ്തിഗ്ഫാർ ഹൃദയം കൊണ്ട് ഇങ്ങനെ ചൊല്ലി തീർക്കുക. എന്ത് രസായിരിക്കും, എന്ത് ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഇഖ്ബാലുല്ലാഹി അലൽ മുസ്തഗ്ഫിരി വ ഫർഹി ബി തൗബത്തി. ഒരു മനുഷ്യൻ തൗബ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഭയങ്കര സന്തോഷം. എന്ത് സന്തോഷമായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ഇതാ മാത്ത തലഖത്തുഹുൽ മലായികത്തു. അയാൾ മരിക്കുന്ന സമയത്ത് മലക്കൾ നേരത്തെ വന്നിട്ട് ഹാപ്പി ന്യൂസ് അറിയിക്കും. മലക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം വരാനൊന്നും കഴിയുന്നവരല്ല, അവർ അള്ളാഹുവിൽ നിന്നുള്ള ന്യൂസുമായിട്ട് വരുന്നതാണ്, അള്ളാഹ് അറിയിക്കുന്നതാണ്. അള്ളാഹ് നേരത്തെ തന്നെ അറിയിക്കും. എൻ്റെ അടിമത ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലിയിട്ട് വരുന്നുണ്ട്, നേരത്തെ തന്നെ പോടുന്നു. വസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, കേട്ടിട്ടില്ലേ? വസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. മലക്കൾ നേരത്തെ വന്ന് സലാം പറയും, സന്തോഷം അറിയിക്കും. നിങ്ങൾക്ക് സ്വർഗം ഉണ്ട് എന്ന് നേരത്തെ അറിയും. തീർന്നിട്ടില്ല. 13 ഇദാ കാന യൗമൽ ഖിയാമത്തി കാനന്നാസു ഫിൽ ഹർരി വൽ ഹർഖി. ജനങ്ങളൊക്കെ ചൂടിലും വിയർപ്പിലും പരലോകത്ത് ഉണ്ടാവുമ്പോൾ വഹു ഫീ ളില്ലിൽ അർശി. ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലുന്നവർക്ക് അർശിന്റെ തണലായിരിക്കും. ഇദൻ സർഫന്നാസു മിനൽ മൗഖിഫ്. പരലോകത്തുനിന്ന് എല്ലാവരും ഇങ്ങനെ വെപ്രാളത്തിലും പിരിഞ്ഞുപോക്കിലൊക്കെ ആവുമ്പോൾ കാനൽ മുസ്തഗ്ഫിരു മിൻ അഹ്ലിൽ യമീൻ മഅ ഔലിയാ ഇല്ലാഹിൽ മുത്തഖീൻ. നന്നായ ടീം നന്നായ തന്നെ, അസ്ഹാബുൽ യമീൻ
വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരായിരിക്കും അവർ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. പിന്നെ നമുക്കുള്ള ഒരു പരിഭവം എന്താന്ന് വെച്ചാല്, തെറ്റ് പുറത്താൽ അത് ആ ഒരു കൺസെഷൻ കിട്ടിയവരാണ്, പിന്നെ ആരുടെയോ കെയർ ഓഫിൽ രക്ഷപ്പെട്ടതാണ്, അങ്ങനെയൊക്കെ മാഷറയിൽ ഉണ്ടാവും. നമ്മൾ അള്ളാന്റെ അടുത്ത് ഉണ്ടാവില്ല. അത്താഇബുമിനദ്ദംബി കമല്ലാ ദംബലോ. അതല്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, ഇവിടെ ഒരു പേപ്പറിൽ ഒരു കാര്യം കൊണ്ട് എഴുതിയാൽ, പെൻസിൽ കൊണ്ട് എഴുതിയെങ്കിൽ അത് മായ്ക്കാൻ റബ്ബർ ഇറേസർ ഉപയോഗിച്ചാൽ അതിന്റെ ഇറേസറിന്റെ ബേക്ക് ഭാഗത്ത് പൊടി ഉണ്ടാവില്ലേ? പിന്നെ പേനനെ കൊണ്ട് എഴുതിയ തെറ്റാണെങ്കിൽ മാർക്കർ കൊണ്ട് വരച്ചതിന്റെ അടയാളം ഉണ്ടാവില്ലേ? അതിൽ നിങ്ങൾ ദുനിയാവ് ഖിയാസാക്കിയിട്ട് ചോദിക്കുന്നത്, ആഖിറത്തിൽ വെളുത്ത് ശുദ്ധിയായിട്ടുണ്ട്. അത്താഇബുമിനദ്ദംബി, തെറ്റ് ചെയ്ത മനുഷ്യൻ തൗബ ചെയ്യലോടുകൂടി കമല്ലാ ദംബലഹു, ഒരു തെറ്റും ചെയ്യാത്ത ജീവിതത്തിലേക്ക് അയാളെ അള്ളാഹു എത്തിക്കും. ഇനി നമുക്ക് വിഷയത്തിന്റെ കാമ്പിലേക്ക് കിടക്കാം. ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലുന്നവർക്ക് കിട്ടുന്ന മെച്ചങ്ങൾ ഞാൻ എഴുതി വെച്ചാൽ ഇനിയും കുറെ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കൊണ്ടുപോകില്ല. നമ്മൾ എപ്പോഴാണ് കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? ഒന്ന്, റജബ് മാസം കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. റജബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടോ? വിത്തിറക്കാനുള്ള മാസമാണെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും നമ്മുടെ ജീവിതത്തിനെ ഒന്ന് ചിട്ടപ്പെടുത്താനാണ് ഈ ക്ലാസ് നമ്മൾ കേൾക്കണം. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന മുഅ്മിനീങ്ങളായ നമുക്കൊക്കെ അതിന് ഖൈറിന് തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് റജബ് എന്നല്ല, ഏത് കാലത്തുള്ള അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലണം. അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം അത്. 70 ഇസ്തിഗ്ഫാർ അത്താഴ സമയത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകും എന്ന് കാണാം. അള്ളാഹു അർശിന്റെ തണൽ 70 ഇസ്തിഗ്ഫാർ. 2, അസർ നിസ്കാര ശേഷം 70 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ഔറാദൊക്കെ പൂർത്തിയായതിനു ശേഷം 70 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അയാൾക്ക് 70 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കും. ഇത് കേട്ട സ്വഹാബി ചോദിക്കുന്നുണ്ട്, എനിക്ക് 70 വർഷത്തെ തെറ്റില്ലെങ്കിൽ വാപ്പാന്റെയും കൂടി പൊറുക്കും, ഇനി ആയില്ലെങ്കിൽ കുടുംബക്കാരുടെ എല്ലാം പൊറുക്കും. കണ്ടോ, വാപ്പാനോടുള്ള ഒരു സ്നേഹം കൂടി നമുക്ക് അതിലൂടെ പൂർത്തിയാക്കാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോയാൽ നമ്മുടെ റജബ് എന്ന വിഷയം എവിടെ എത്തൂല. ഞാൻ വിചാരിച്ചതിന്റെ ഒരു കാഭാഗം എത്തണത്ര. എന്നാലും നമുക്ക് പറയാം, വളരെ വേഗത്തിൽ തന്നെ പോകാം. അപ്പൊ ഒന്ന്, ഇസ്തിഗ്ഫാർ അത്താഴ സമയത്ത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണും. അർശിന്റെ തണൽ കിട്ടാനുള്ള, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു വഴിയാണ് സുബ്ഹിന് മുന്നേ ഇസ്തിഗ്ഫാർ. പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് ഇടയിൽ പറയുന്നത്, അശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ വെറും നിസ്കാരം മാത്രമല്ല എന്ന് തഫ്സീർ സ്വാവിയിൽ കാണും. ആ സമയത്ത് ചെയ്യുന്ന എല്ലാ ഇബാദത്തും രാത്രിയെ ഹയാത്താക്കൽ തന്നെ. അപ്പൊ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ 70 ഇസ്തിഗ്ഫാർ അല്ല. അതിനുശേഷം വേറൊരു എക്സ്ട്രാ കൂടി പറയാം. 27 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളത് 70 തവണ നമ്മൾ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകൾക്ക് 27 തവണ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇസ്തിഗ്ഫാർ തേടിയാൽ അയാൾക്ക് ലോകത്ത് എത്ര മുഅ്മിനാത്തുകൾ ഉണ്ടോ അവരുടെ ഒക്കെ കണക്കനുസരിച്ച് ദോഷം പുറത്തു. നമ്മൾ ഈ നേരത്തെ എണീക്കൂല, അതാണ് നമ്മളൊരു പ്രശ്നം. നേരത്തെ എണീക്കണം, എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങാതിരിക്കണം. അത് ആയ കുറച്ച് ഇബാദത്ത് മതി, അത് മാത്രം മതി. നിങ്ങൾ ഇങ്ങനെ കുറെ സൂഫി പാട്ടും പാടിയിട്ട് ഇങ്ങനെ നടക്കണം. വെറുതെ ഈ പുതിയ ഓരോ വിധേയത്തിൽ പെടുക. യൂട്യൂബിലൊന്നും കയറിയിട്ട് നിങ്ങൾ ഒന്നും അറിയണം. നമ്മൾ ചെയ്യുന്ന അസലിയായ പഴയ ഉമ്മാമ്മമാരൊക്കെ പഠിപ്പിച്ച ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ജീവിതം ഇങ്ങനെ ചിട്ടപ്പെടുത്തും. അത് മതി എന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. ഇമാം നവവി റഹിമഹുള്ളയുടെ റൂസുൽ മസാഇൽ എന്ന ഗ്രന്ഥം എൻ്റെ മുമ്പിലുണ്ട് കിതാബ്. അതിൽ കാണാം, രാവിലത്തെ സമയം ഭയങ്കര അള്ളാന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്ന സമയമാണ്. ഹബീബായ തങ്ങൾ ദുആയിരുന്ന സമയമാണ്. ആ സമയത്തുള്ള ഇബാദത്തൊക്കെ ഭയങ്കര ബർക്കത്തായിരിക്കും.
ഏത് ഏത് കാര്യം ഉണ്ടെങ്കിലും രാവിലെ ചെയ്യേണ്ടത്. ഏത് കാര്യം രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര പറക്കത്തായിരിക്കും. രാവിലെ ഷോപ്പിൽ പോയോക്കെ നല്ല പറക്കത്തുണ്ടാവും. രാവിലെ പഠിച്ചു നോക്കിയേ നല്ല പറക്കത്തായിരിക്കും. കിതാബൊക്കെ നോക്കിയ രാവിലെ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കാര്യം നമ്മുടെ മെമ്മറിയിൽ വേഗം പതിയും. രാവിലെ നമുക്ക് ബുദ്ധിക്ക് കുറച്ചും കൂടി വെളിച്ചവും തെളിച്ചവും കൂടുതലായിരിക്കും. അപ്പൊ നേരത്തെ ഉണരുക. 27 തവണ മോമിനീങ്ങൾക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ചൊല്ലാം. ഓരോ ക്ലാസ്സിനൊക്കെ ജീവിതത്തിൽ ചിലതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടപ്പെടുത്തും. അപ്പോ 2 സമയത്താണ് ഇസ്തിഗ്ഫാർ പറഞ്ഞത്. ഒന്ന് തഹജ്ജുദിന്റെ സമയത്തും, 2 അസറിന്റെ ശേഷം. രാവിലെയായി വൈകുന്നേരമായി. പിന്നെ അതിന്റെ ഇടയിൽ എന്തൊക്കെ വന്നു അതിനൊക്കെ അള്ളാഹ് പുറത്തു തരും. നമ്മൾ കേട്ടതൊന്നും അല്ല ശരിക്കും നമ്മുടെ അള്ളാഹു എന്നുള്ള ഒരു ബോധം നമുക്ക് വന്നു. എൻ്റെ ഒരു ആഗ്രഹം, കുറെ മോമിനിങ്ങൾക്ക് ആരാണ് അള്ളാഹു എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എൻ്റെ ഒരു പൂതി. വേറൊന്നും വേണ്ട, ദുനിയാവിൽ വേറൊരു ആഗ്രഹമില്ല. അള്ളാഹുവിന്റെ ഒരു സ്നേഹം. പലരുടെയും വിചാരം അള്ള ഇങ്ങനെ എന്തോ കടുപ്പത്തിൽ ഇങ്ങനെ മാഷറിയിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ടാണ് പലരുടെയും വിചാരം. അങ്ങനെ ഈ മുത്തുനബിനെ ഇത്ര പാവാക്കിയത് ആരാ? റസൂൽ. അള്ള എന്താ പറഞ്ഞത്? ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി, ഞാനല്ലേ തങ്ങളെ ഇത്ര സോഫ്റ്റ് ആക്കിയതെന്ന്. ആരാണ് തങ്ങളെ റഹ്മത്തുല്ലിൽ ആലമീൻ ആക്കിയത്? അള്ളാഹു അല്ലേ? അപ്പോ അത് നമുക്ക് വേണ്ടേ? അപ്പൊ ഒറ്റൊരാശയം പറഞ്ഞിട്ടുള്ളൂ. 3 ആശയങ്ങൾ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. റജബിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് കിട്ടണം. അതിന് മഹാന്മാര് ചൊല്ലിയ ഒരു അടിപൊളി കവിത ഞാനിങ്ങനെ ചൊല്ലി നോക്കാം. ബയ്യിദ് സ്വഹീഫതക സൗദാഅ ഫീ റജബിൻ ബിസ്വലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി ശഹ്റുൻ ഹറാമുൻ അത മിൻ അശ്ഹുരിൻ ഹുറുമി ഇദാ ദഅ അല്ലാഹ ദാഇൻ ഫീഹി ലം യഖബി طوبى لعبد زكى فيه له عمل فكف فيه عن الفحشاء والريب. ആശയം ബയ്യിൽ, നല്ല വരിയാണിത്. ബയ്യിൽ, നീ വെളുപ്പിക്കണം, തേച്ച് വെളുപ്പിക്കണം. എന്തിന്? സ്വഹീഫത്തക്ക സൗദാ, തെറ്റുകുറ്റങ്ങളാൽ കറുത്തുപോയ നിന്റെ ഏടിനെ ഫീ റജബിൻ, റജബ് മാസത്തിൽ നീ വെളുപ്പിക്കണം. അല്ലാഹ് നീ തൗഫീഖാണ്. എന്താ വരി നോക്കി. ആ വരിയിലാണ് ഞാനൊക്കെ വീണുപോയത്. ഈ വരിയെ വല്ലാതെ ഇഷ്ടപ്പെടാനുള്ള കാരണം ആ ഒരു വളരെ മനോഹരമായ വരി. ബയ്യിൽ, നീ വെളുപ്പിക്കണം. സ്വഹീഫത്തക്ക സൗദാ, നിന്റെ കറുത്തുപോയ ഏടിനെ ഫി റജബിൻ, റജബ് മാസത്തിൽ. എങ്ങനെയാ മോനെ നീ വെളുപ്പിക്കേണ്ടത്? ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, നരകത്തുനിന്ന് രക്ഷപ്പെടുന്ന നല്ല നല്ല അമലുകൾ ചെയ്തിട്ട് വെളുപ്പിച്ചാൽ മതി. നരകത്തിൽ പോകുന്ന അമലുകൾ എന്ന് പറഞ്ഞാൽ ഹറാമുകൾ. ആ ഹറാമിൽ നിന്ന്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഠിപ്പിച്ച നന്മകൾ ഉണ്ടല്ലോ, ആ നന്മകൾ ചെയ്തിട്ട് നിന്റെ അഥവാ നന്മകൾ ചെയ്യുമ്പോൾ തെറ്റുപൊറുക്കും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നന്മ ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാർ എന്ന നന്മയിലൂടെ തെറ്റൊക്കെ പൊറുക്കും. ഷഹറുൻ ഹറാമുൻ അത മിൻ അശ്ഹുരിൻ ഹുറുമി, പവിത്രമായ 4 മാസങ്ങളിൽ ഒരു മാസം ഈ റജബ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇദാ ദഅ അല്ലാഹ ദാഇൻ ഫീഹി ലം യഖബി, ഈ റജബ് മാസത്തിൽ മനസ്സറിഞ്ഞ അള്ളാഹുവിനോട് ദ്വാരന്നാൽ അയാൾ അള്ളാഹു തട്ടിക്കളയൂല. അള്ളാഹു നമുക്ക് തൗഫീഖ്. തൂബാ ലിഅബ്ദിൻ സക ഫീഹി ലഹു അമലുൻ, ഈ മാസത്തിൽ നല്ല നല്ല അമലുകൾ ചെയ്യുന്ന മോനിക്ക്, മനുഷ്യർക്ക്, അവർക്കാണ് സർവ്വ സന്തോഷങ്ങൾ. ഫകഫ ഫീഹി അനിൽ ഫഹ്ശാഇ വരിയബി, അതിൽ ഒരു തെറ്റുകുറ്റവും ചെയ്യാതെ റജബ് നമുക്ക് യാത്രയാക്കണം. ഇതിൽ നല്ലൊരു പോയിന്റ് ഉണ്ട്. റജബിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 1 സ്വാലിഹായ അമലുകൾ ചെയ്യണം, 2 തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കണം, 3 ഒരു തെറ്റും ഇല്ലാതെ റജബിനെ നമുക്ക് യാത്രയാക്കാൻ പറ്റണം.
റജബിൽ ചെയ്യുന്ന ഹറാമ് ഇപ്പോൾ ചെയ്യുന്ന ഹറാമ് പോലെ അല്ല. റജബിൽ ചെയ്യുന്ന ഹറാമിന് ശിക്ഷ കൂടുതലായിരിക്കും. ഇമാമിങ്ങൾ തന്നെ വളരെ വിശദമായി അത് പറയുന്നുണ്ട്. കുറെ കൂടി നല്ല ഒരു വിശദീകരണം എന്റെ ശ്രദ്ധയിൽ പെട്ടത് ഹാഫിദ് ഇബ്നു കസീറിന്റെ തഫ്സീറുൽ ഖുർആനിൽ അബീമിലാണ്. റജബിൽ ചെയ്യുന്ന ഹറാമിന് ശിക്ഷ കൂടുതലായിരിക്കും. അപ്പൊ നമ്മളിനി ക്ലാസിന്റെ കാമ്പിലേക്ക് കടന്നു. റജബിൽ നമ്മൾ ചെയ്യേണ്ടത് തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കണം. ഇസ്തിഗ്ഫാറിന് നമ്മൾ പറഞ്ഞു. 2 നല്ല നല്ല കുറച്ച് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെന്താണെന്ന് വഴിയെ പറയും. മൂന്നാമത്തത്, 1 തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കണം, 2 നല്ല നല്ല അമലുകൾ ചെയ്യണം, 3 റജബിൽ ഒരു തെറ്റും വരാതെ നമ്മൾ നോക്കുകയും വേണം. ഇനി ഇതിന്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക് കിടക്കണം. റജബ് നമ്മൾ ഇനി ഒരുങ്ങേണ്ട മാസമാണ് റജബ്. ഒന്ന് കഴുകി ശുദ്ധിയായി, ഇല്ലെങ്കിൽ ലോഡാവും. ഷാബാനും റമദാനിലൊക്കെ നമുക്ക് ലോഡായി പോകും. യാത്രക്ക് നമ്മൾ തയ്യാറാണ്. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്. യാത്രക്ക് തയ്യാറാണ്. പലരും പോയി. എത്ര കാലമായി തുടരൽ ഈ അലസതയൊക്കെ. തൗബ ചെയ്യാതെ ഖബറിലെത്തിയാലുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ. അല്ലാഹുവേ, നമ്മളെല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പുറത്തു തരണേ റഹ്മാൻ. നമ്മൾ തൗബ ചെയ്യാണ്ട് ഖബറിലെത്തിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. കിതാബിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വൈഹക് അന്ത ഫിൽ ഖബരി മഹ്ലൂറുൻ ഇലാ അൻ യുൻഫഖ ഫിസ്സൂരി. സൂറെന്ന കാഹളത്തിൽ പിന്നെയും ഊതുന്നവരെ തൗബ ചെയ്യാതെ നീ ഖബറിലെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവും? എന്തപ്പ അവസ്ഥ ഉണ്ടാവും? അപ്പൊ തൗബയൊക്കെ ചെയ്ത് നന്നാവണം. ഇതാണ് ഒന്നാമത്തെ ഒരു പാർട്ടിൽ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം, തെറ്റ് ഇല്ലാത്ത ഒരു 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 ജീവിതത്തിലേക്ക് വരണം. പ്രത്യേകിച്ച് വൻദോഷങ്ങൾ വർദ്ധിച്ച ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്കാണ് ക്ഷണിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉള്ള ഈ ഗ്രന്ഥം, ഇതില് വൻദോഷങ്ങളെ വിശദീകരിക്കുന്ന ഒരു കിതാബാണ്. എന്നാൽ ഒറ്റ കിതാബല്ല, 300 കിതാബുകൾ ഉള്ള ഒരു ഗ്രന്ഥത്തില് വൻദോഷങ്ങൾ വിശദീകരിക്കുന്ന കിതാബ്. ഇത് വായിച്ചപ്പോ പല കിതാബും ഈ വിഷയത്തില് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് വായിച്ചപ്പം ഏകദേശം നമ്മളെ ജീവിതത്തിൽ ഉള്ളതാവുന്നുണ്ടോ ഇതിൽ പറയണത് എന്നൊരു പേടി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വൻദോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കിതാബിന്റെ പേര് ഇർഷാദുൽ ഹായിർ ഇലാ ഇൽമിൽ കബായിർ. ഒരു വൻദോഷം ചെയ്താൽ പിന്നെ തൗബ ചെയ്യൽ നിർബന്ധം. തൗബ ഇല്ലാണ്ട് അത് സ്വീകരിക്കൂല. ഒന്നെടുത്താൽ തെറ്റ് പൊറുക്കൂന്ന് പറഞ്ഞാൽ വൻദോഷങ്ങൾ പൊറുക്കൊന്നും ചെയ്യില്ല. നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നാൽ തെറ്റ് പൊറുക്കൂന്ന് പറഞ്ഞാൽ വൻദോഷം പൊറുക്കൂല. വൻദോഷം പൊറുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തൗബ തന്നെ വേണം. ഞാൻ ഇതിലുള്ള കുറച്ചെണ്ണം ഇങ്ങനെ അധികം ഇപ്പൊ സംഭവിച്ചു പോകുന്ന ചില വൻദോഷങ്ങൾ പറയാം. ഒന്ന്, ആനൽ കുഫാറ അലൽ മുസ്ലിമീൻ ഫഹു. ഞാൻ ഇങ്ങനെ വായിച്ചു പോവാണ്, വിശദീകരിക്കേണ്ടത് മാത്രം വിശദീകരിക്കാം. അൽ ഇയാനത്തു അലൽ ഖത്ലി വലൗ ബിൽ കലാം. ഇളക്കി വിടുന്ന പ്രഭാഷണങ്ങളൊക്കെ വൻദോഷാണ്.
ആരെങ്കിലൊക്കെ കൊല്ലാൻ, അത് ഏത് മുസ്ലിം ആകട്ടെ മുസ്ലിം ആകട്ടെ, അത് വൻദോഷമാണ്. അടുത്ത ഒന്നാണ് ഉഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ. ഉഖൂഖുൽ ഉമ്മി അഖ്വാ മിൻ ഉഖൂഖിൽ അബി. ഉപ്പാനെ മനസ്സ് വേദനിപ്പിക്കുന്നതിനേക്കാൾ കുറ്റം ഉണ്ടാവും ഉമ്മാനെ വേദനിപ്പിച്ചാൽ. ആ വേദനിപ്പിക്കുന്നവന് വൻദോഷാണ് ചെയ്തത്, അതിന് തൗബ ഇല്ലാണ്ട് അള്ളാഹ് പൊറുക്കൂല. കാരണം അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാ ബിഹാ സലാസൻ വബിൽ അബി മറത്തൻ. ഉമ്മാന്റെ വിഷയം അള്ളാഹിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണയാണ് വസിയത്ത് ചെയ്തത്, ഉപ്പാൻ്റെത് 1 തവണയാണ്. അപ്പൊ പിന്നെ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് അധികം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഉമ്മാനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, വൻദോഷാണ്. വൻദോഷം എന്ന് പറഞ്ഞാൽ ഇനി തൗബ ചെയ്യാണ്ട് അത് പൊറുക്കൂല. വേറെ ഒരു അമലും കൊണ്ടും വൻദോഷം പൊറുക്കൂല. ഭയങ്കര പ്രശ്നമല്ലേ അത്? ഈ വൻദോഷമായിട്ട് നടന്നാൽ എന്തുണ്ടാവും ഒരവസ്ഥ? അടുത്തത് ഇഖ്റാർ റജുലി അൽ ഫാഹിഷത ഫി അഹ്ലിഹി വഹുവ യഅലമു. കുടുംബക്കാര് തെറ്റ് ചെയ്യുന്നത് മൂപ്പർക്ക് അറിയാം, എന്നിട്ട് മൂപ്പർക്ക് അതിലൊന്നും വലിയ പ്രശ്നമില്ല. നോക്ക്, ഞാൻ ഇങ്ങനെ വായിച്ച് കിതാബിലുണ്ട്, ഇഖ്റാർ റജുലി അൽ ഫാഹിഷത ഫി അഹ്ലിഹി വഹുവ യഅലമു. എത്ര നമ്മളെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുണ്ട്, ആജിക്കന്മാര്, മക്കളെ എൻഗേജ്മെന്റിലെ ഹറാം, കല്യാണത്തിലെ ഹറാം, അവർക്ക് ഒരു പ്രശ്നമില്ല. വൻദോഷാണ് ആജിയാര്. വൻദോഷം എന്ന് പറഞ്ഞ ചില്ലറല്ല. അത് ചില്ലറല്ല. കുടുംബക്കാര് തെറ്റ് ചെയ്യുമ്പോ ഒരു പ്രശ്നമില്ല. ഭാര്യ ഹിജാബ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ ചങ്ങായിക്ക് പ്രശ്നമില്ല. ഇവൻ ഭയങ്കര പ്രസ്ഥാനത്തിന്റെ ആള്, ജില്ലാ കമ്മിറ്റി, മറ്റേ കമ്മിറ്റി, എന്ത് കമ്മിറ്റി എന്നാ പറയണത്? വൻ ദോഷം. നോക്ക്, ഞാൻ ഒന്നും കൂടി വായിക്കാം. റജുലി അൽ ഫാഹിഷത ഫി അഹ്ലിഹി വഹുവ യഅലമു. പറ്റൂലത്, വൻദോഷാണത്. വൻദോഷം എന്നെല്ലാം പറഞ്ഞാൽ നമ്മള് ചില്ലറായിട്ട് കാണാൻ പാടില്ല. കടുത്ത തെറ്റാണത്. അത് ഒന്നുകൊടുത്താലും നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നാലോ സ്വതക്കം കൊടുത്താലോ ഒന്നും പുറത്ത് കിട്ടൂല. വൻദോഷം പൊറുക്കണമെങ്കിൽ തൗബ തന്നെ വേണം, ആ തൗബ സ്വീകരിച്ച് കിട്ടണം. അടുത്തത് വതഹന്നുസുർ റജുലി വതറജ്ജുലിൽ മർഅതി. പെണ്ണ് ആണാവാൻ ശ്രമിക്കുക, ജീൻസ് പാന്റും ടീഷർട്ടും ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പുറത്തൊരു പർദ്ദ വിട്ടാ എല്ലാം തീർന്നല്ലേ നമ്മൾ വിചാരിക്കണത്. പെണ്ണ് പെണ്ണാവുക, പെണ്ണ് പെണ്ണാവുക, പെണ്ണ് പെണ്ണാവുക. ശരിക്കും ശ്രദ്ധിക്കണം, വൻദോഷത്തെ കുറിച്ചല്ലേ പറയണത്. വഖതിഅത്തുർ റഹിം, കുടുംബ ബന്ധം മുറിക്കുക. കുടുംബ ബന്ധം മുറിക്കുന്നത് വൻദോഷം. വൻദോഷം. കുടുംബ ബന്ധം മുറിക്കുന്നത് വൻദോഷമാണ്. അയാളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല എന്ന് മാത്രല്ല, അയാൾ ഉള്ള സഭയിലുള്ള ദുആ എന്നെ സ്വീകരിക്കൂല. ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാതിഉർ റഹീം. ഹദീസിൽ കാണാം, കുടുംബ ബന്ധം മുറിച്ച ഒരാൾ സദസ്സിൽ ഉണ്ടെങ്കിൽ ആ സദസ്സിൽ ഉണ്ടോ? അടുത്തത് വൻദോഷാണ് എണ്ണുന്നത് വനുഷൂസുൽ മർഅത്തി അലാ സൗജിഹാ. ഭർത്താവിനോട് പിണങ്ങുക. ഭാര്യ ചുരിദാർ വാങ്ങാത്തോണ്ട് എത്ര കഷ്ടം എന്നാ പറയണത്. എന്നിട്ട് കയ്യിൽ ധാരാളം സംഗതികൾ ഉണ്ടാവും, പച്ച, ചുവപ്പ്, നീല, എന്ത് ചോക്ലേറ്റ് അല്ല, കൗണ്ടർ എന്തുണ്ട്. ഞാൻ അടുത്തത് വൻദോഷാണ്. അടുത്തത് ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കുക. എന്താണ് അള്ളാഹിനെ കുറിച്ച് മോശം വിചാരിക്കുക എന്ന് പറഞ്ഞാല്? ഒന്ന് കനൂത്ത് ഉണ്ടാവുക, എനിക്കൊന്നും പുറത്തു തരൂല, ഞാനൊന്നും നന്നാവൂല, എന്റെ തെറ്റൊന്നും അള്ളാഹ് പുറത്തു തരൂ, അങ്ങനെ വിചാരിക്കൽ തന്നെ വൻദോഷാണ്. അതാ സുബ്കി ഇമാം വിശദമായിട്ട് ജംഉൽ ജവാമിയിൽ പറയുന്നത്, തസവുഫിന്റെ ഖാത്തിമയില്.
അങ്ങനെ വിചാരിക്കൽ തന്നെ വൻദോഷമാണ്. പറ്റൂല, അത് പാടില്ല, വൻദോഷമാണത്, കബീറത്താണ്. അടുത്തത് അൽ ഇസ്തിമാഉ ഇലാ ഹദീസി ഖൗമിൻ ലാ യുഹിബ്ബൂന ഇസ്തിമാഅഹു. ഒരു ജനതയുടെ വോയിസ് നമ്മൾ കേൾക്കുക, ആ വോയിസ് നമ്മൾ കേൾക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് കേൾക്കാൻ പാടില്ല, വൻദോഷം. ഭാര്യന്റെ ഫോൺ എടുത്തിട്ട് എന്തിനാ അവരുടെ സുഹൃത്തുക്കളുടെ വോയിസ് നമ്മൾ കേൾക്കണത്? കേൾക്കരുത്. എന്തിനാ കേൾക്കുന്നത്? ശരിക്കും ശ്രദ്ധിക്കണം. അടുത്തത് വൻദോഷത്തിൽപ്പെട്ടതാണ് വലിയ ഇജാബു ബിൻ നഫ്സി. സ്വന്തം കുഴപ്പമില്ലാന്ന് ഇങ്ങനെ ചിന്തിക്കുക. അയാൾ തൗബ ചെയ്യാണ്ട് നന്നാവൂല, കുറെ നല്ല അമലുകൊണ്ട് കഴിച്ചിലാവുന്ന വിചാരിക്കണേ. ഞാൻ കുഴപ്പമില്ലാന്ന് ചിന്തിക്കുക. ഇപ്പൊ അതാണല്ലോ എല്ലായിടത്തും. ഇപ്പൊ എന്റെ ക്ലാസ് ഇവിടുന്ന് കഴിഞ്ഞാല് ഉടനെ തന്നെ വോയിസ് വരും, അടിപൊളി ക്ലാസ് ആയിരുന്നു, പൊളിച്ചിന്. അപ്പൊ ഞാൻ തിരിച്ച് സംഘാടകരോടും ചോദിക്കും, വേറെ ആരെങ്കിലും വോയിസ് അയച്ചിനോ? ഇപ്പം ഫീഡ്ബാക്ക് ഇല്ലാണ്ട് നടക്കൂലല്ലോ. ഫീഡ്ബാക്ക് ജീവികളാണ് ഇപ്പോ വെസ്റ്റേൺ സൈക്കോളജിയിലൂടെ കടന്നു വരുന്ന ഒരു സാധനം. എന്തൊരു കഷ്ടം എന്നാ പറയുന്നത്. വലിയ ഇജാബു ബിൻ നഫ്സ്. അടുത്തത് വഇളാഅത്തു മൻ തൽസമുഹു മുഅനതുഹു വനഫഖതുഹു മിൻ അഖാരിബിഹി വസൗജതിഹി. ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാതിരിക്കൽ വൻദോഷം. അയാൾ പെരും സ്വതക്കം കൊടുക്കുന്നുണ്ടാവും അപ്പുറം ഇപ്പുറമൊക്കെ. സമ്മേളനത്തിനൊക്കെ പോയിട്ട് പിന്നെ പറയണ്ട, ലക്ഷങ്ങളായിരിക്കും. പറ്റൂല, പറ്റൂല, നമ്മളത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. വഇളാഅത്തു മൻ തൽസമുഹു. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്, സുബ്ഹാനല്ലാഹ്. സമ്പത്ത് അവർക്ക് ചെലവിന് കൊടുക്കൂല, ബാക്കിയുള്ളവർക്കൊക്കെ ചെലവിന് കൊടുക്കും. ചെലവിന് കൊടുക്കും മീൻസ് അതിന്റെ അർത്ഥം സ്വതക്കം കൊടുക്കും. സൂഫിയാക്കളുടെ സ്വഭാവത്തെ കുറിച്ച് ഷെഹറാനി ഇമാം പറയുന്നുണ്ട്, സ്വന്തം അയൽവാസികൾക്കും കുടുംബത്തിനും മര്യാദക്ക് ഫണ്ട് കൊടുക്കാതെ സ്വതക്ക കൊടുക്കുന്നവരുടെ സ്വതക്ക സൂഫിയാക്കൾ സ്വീകരിക്കാറില്ല. അടുത്തത് അത്തവശുഹു വൽ ഇഫ്തിഖാരു ബിൽ മഅസിയത്തി ബൈന അസ്ഹാബിഹി. തെറ്റ് ചെയ്തിട്ട് അഭിമാനം കൊള്ളുക, അതും വൻദോഷ. ഇതിൽ പറയാ, തെറ്റ് ചെയ്തിട്ട് അഭിമാനം കൊള്ളുക, അത് വൻദോഷമാണ്. ഞാൻ നിങ്ങളെ പോലത്തെ ലോക്കല് ചാരായം നല്ല മോനെ അടിക്കല് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ വേറെ ബ്രാൻഡാണെന്ന് പറയും. എനിക്ക് അതിന് ഉദാഹരണം പറയാൻ അറിയില്ല. പരമാവധി ഞാൻ മറ്റേ ന്യൂജൻ ആവാൻ ശ്രദ്ധിക്കല്ലോ, പക്ഷെ ഇതൊന്നും എനിക്കറിയില്ല. ഓൻ വേറെ തന്നെ ഹൈ ലെവൽ ബ്രാൻഡ് ആവുമല്ലോ. മദ്യത്തിനെ കുറിച്ചാ പറയണത്. എന്തൊരു കഷ്ടം എന്നാ പറയണ്ട റഹ്മാന്. അങ്ങനെ അടുത്തത് തങ്ങളല്ലാത്ത ഒരാൾ തങ്ങൾ. അങ്ങനെ ചില ദ്വീപുകാർക്കെല്ലാം ആ സ്വഭാവം. പിന്നെ ഏത് ദ്വീപ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നീട് അവിടെ യാത്ര പോകേണ്ടതായതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയണില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം, അതൊന്നും പറ്റൂല. പിന്നെ ബിദഅത്ത് വലിയ വൻദോഷം. ബിദഅത്ത്, തന്റെ സുഹൃത്തിനെ വഞ്ചിക്കല്, അതും വൻദോഷമാണ്, വൻദോഷാണത്. ഇങ്ങനെ കുറെ വിശദീകരിച്ചിട്ട് ഈ മഹാൻ ഇങ്ങനെ പിന്നീട് പറയാ, വഹാദിഹി ദുനിയ ലൈസ ഖുലിഖത് ലിദ്ദവാമി ഹത്താ യഅമലൽ ഇൻസാനു ഫീഹാ ഹാദിഹിൽ കബായിർ. മോനെ, ഇങ്ങനത്തെ കുറെ വലിയ വലിയ തെറ്റ് ചെയ്തു കൂട്ടാൻ ഈ ദുനിയാവ് സ്ഥിരമായ ഒരു ലോകമൊന്നും അല്ലല്ലോ. ഫഇന്നഹ അൻ ഖലീലിൻ തൻഫദു വതസൂൽ. ഇതിപ്പോ തീർന്നു പോകുന്നല്ലേ. വയബഖത്ത് ഫമൻ ഇൻദഹു അദ്നാ അഖ്ലിൻ ലം യഫ്അൽ ശൈഅൻ മിൻ ഹാദാ. ചെറിയൊരു ബുദ്ധി ഉണ്ടെങ്കിൽ ഈ തെറ്റല് നീ ചെയ്യോ? കാരണം ഈ തെറ്റിന്
നിങ്ങൾക്ക് കാലങ്ങളോളം ശിക്ഷ അനുഭവിക്കേണ്ടി വരൂല. അതാണ് ഞാൻ നേരത്തെ ഒരു ബുദ്ധിനെ കുറിച്ച് പറഞ്ഞത്. ചെറിയൊരു ബുദ്ധി ഉണ്ടെങ്കിൽ ഈ തെറ്റെല്ലാം ചെയ്യോ. വയത്തബിർ ബിൽ മൗത്തി കൈഫ യഖുദുന്നാസു വാഹിദൻ ബഅദ വാഹിദ്. എത്ര ആളാണ് ഇങ്ങനെ ഓരോരാൾക്ക് ശേഷം ഓരോരാളും മരിക്കുന്നത് നീ കാണുന്നില്ലേ? വയൻളുർ ഇലാ ഹാദിഹി ദുനിയ, നീ ഈ ദുനിയാവിലേക്ക് തന്നെ ഒന്ന് നോക്കിയൊക്കെ. സുറാത്തൻ തഖല്ലുബുഹാ ബി അഹ്ലിഹ, നിന്റെ ഉപ്പാപ്പന്റെ ഉപ്പാപ്പുണ്ട് ഇവിടെ, അവരുടെ ശേഷക്കാരുണ്ടോ? ആരുമില്ലല്ലോ, എല്ലാരും പോയില്ലേ. നിന്നിങ്ങനെ പിശാച് പറ്റിക്കുന്നതിനനുസരിച്ച് നീ അതിലേക്കൊന്ന് വീഴരുത് മോനെ, വീഴരുത്. വമൻ തറക്ക ഹാദ, ഈ വലിയ വലിയ തെറ്റൊക്കെ നീ ഉപേക്ഷിച്ചാല് ഫലഹുൻ നഈമുൽ മുഖീം, നിനക്കല്ലേ ശാശ്വതമായ സ്വർഗം. ഫീ ദാരിൻ ദാത്തി മുൽക്കിൻ അദീം, അള്ള ഒരുക്കി വെച്ച സ്വർഗം. ലാ യഫ്ന ശബാബുഹ, അവിടെ എപ്പം ചെറുപ്പക്കാരനല്ലേ. ലാ തുബല സിയാബുഹ, അവിടെ വസ്ത്രം നുരമ്പിപ്പോല, യുവത്വം നഷ്ടപ്പെടൂല. വലാ യഫ്ന നഈമുഹ, അവിടുത്തെ സുഖം നഷ്ടപ്പെടൂല. വലാ യബീദു ഹസ്നുഹ വ ഇഹ്സാനുഹ, അതിലെ നന്മയും ഗുണങ്ങളും ഒന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. അതിനാഹും ലഹു മിസ്ലദ്ദുന്യ അശ്റ മറാത്ത്, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനം തന്നെ, ചെറിയ സ്ഥാനം തന്നെ ഈ ദുനിയാവിന്റെ 10 ഇരട്ടി സുഖം ഉണ്ടാവും. ഏറ്റവും ചെറിയ സ്ഥാനം. വയലാഹ വയലാഹും, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനാണ് ഈ ദുനിയാവ്. ഈ ദുനിയാവ് 10 ഇരട്ടിക്ക് ഫുള്ള് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറുതട്ടാ. ഇനി വയലാഹും, അതിലെ വലുതേതാ? യൻളുറു ഇലാ റബ്ബിഹി ബുക്റത്തൻ വഅശിയ, രാവിലെയും വൈകുന്നേരം അള്ളാഹിനെ കാണാൻ പറ്റും. അല്ലാഹ്. ബിനാഉഹാ അദ്ദുർറു വൽ യാഖൂത്ത് വൽ മർജാൻ, ആ സ്വർഗത്തിലെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാല് എത്ര വലിയ വലിയ വീടുകളാണ്. എന്തെല്ലാം അവിടെ അള്ളാഹു സംവിധാനിച്ചു വെച്ചേക്കുന്നത്. അവിടെ നമുക്ക് വേണ്ടേ? വേണ്ടേ നമുക്ക്? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ കിതാബ് അവസാനിക്കുന്നത് ഇങ്ങനെ: അന്നമൻ തറക്കലില്ലാഹി ഷൈഅൻ, നീ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ഒഴിവാക്കിയാല് അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹ, അതിന്റെ പകരം ദുനിയാവ് തന്നെ അള്ളാഹ് വലുത് നിനക്ക് തരും. വലിയ തരും, ഉറപ്പ് തരും, ഉറപ്പ് തരും. ഫമൻ ലാ യുസല്ലി, ഒരുത്തൻ നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം, അഥവാ നിസ്കാരം ഒഴിവാക്കി. എന്നാ തുറാഹു ബിൽ കില്ലത്തി വസില്ല, ഓനിക്ക് എപ്പം ബർക്കത്ത് കമ്മി ഉണ്ടാവും, ഉറപ്പ്. വക്കതാ മല്ലം യസും, ഓൻ നോമ്പോറ്റിട്ടില്ല, സക്കാത്ത് കൊടുക്കണില്ല, പലിശ വാങ്ങുന്ന ആളാണ്, ഓനിക്ക് ഓന്റെ ജീവിതത്തിൽ ബർക്കത്ത് കമ്മി ഉണ്ടാവും. ഇനി ഈ പലിശ വാങ്ങാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിട്ടും ഓന് അത് വേണ്ടാന്നിട്ട് ഒഴിവാക്കിയാൽ ലഉവ്വിള ബദലുഹു ഹലാലൻ, അള്ളാഹു നല്ല പകരം ഒരുപാട് ഹലാലായ സമ്പത്ത് തരും. വലൗ തറക്ക സിന, വ്യഭിചാരം ഒഴിവാക്കിയാൽ ലഉവ്വിള ബദലുഹു ഹലാലൻ, ഭാര്യയിലൂടെ തന്നെ നിനക്ക് വലിയ സുഖം അള്ള തരും. വലൗ തറക്ക സരിക്ക, നീ മോഷണം ഒഴിവാക്കി, ലഉവ്വിള ബദലുഹു ഹലാലൻ, നിനക്ക് എത്ര സമ്പത്ത് അള്ളാഹു ഹലാലായ സമ്പാദത്തിൽ ബർക്കത്ത് ബിസിനസ്സിൽ അള്ള തരും. വലൗ തറക്കൽ മആസി, നീ എല്ലാ തെറ്റും അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയാൽ ജമീഅഹ, എല്ലാ തെറ്റും, ഉവ്വിള ബദലഹ ഹലാലൻ, നിനക്ക് ഹലാൽ ഇങ്ങനെ അള്ളാഹു വാരിക്കോരി ദുനിയാവൊന്നും ഇങ്ങനെ തന്നോണ്ട്, ദുനിയാവൊന്നും ആഖിറത്തൊന്നും കിട്ടും. അതിനൊരു ഉദാഹരണം പറയാം. ായ മനുഷ്യന് ഇമാം മാസിനി റളിയല്ലാഹു അൻഹുവിന്, നഹ്വിലെ വലിയ പണ്ഡിതനാണ് ഇമാം മാസിനി. ആ മഹാൻ അവർക്ക് ഒരു കാഫിറായ മനുഷ്യൻ 100 ദീനാറ് കൊടുത്ത്, എന്തിന്? സീബവൈഹി ഇമാമിന്റെ കിതാബ് ഒന്ന് എനിക്ക് വായിച്ചു തരോ എന്ന് ചോദിച്ചിട്ട്. എന്ന് പറഞ്ഞാല് ഓർക്കത് കൊടുത്ത്, ആ കിതാബ് കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് ഓതി പഠിക്കണം എന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ആ മഹാൻ പറഞ്ഞു, ഇല്ല, ഇത് 300 ആയത്തുണ്ട് ഇതില്, അപ്പോ നിങ്ങൾ കാഫിറാണ്, 300 ആയത്തുള്ള ഒരു കിതാബ് നിങ്ങളെ കയ്യിൽ എങ്ങനെ തരിക? പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ തരില്ല എന്ന്. ഈ മാസിനി ഇമാമാണെങ്കിൽ ഭയങ്കരായിട്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓഫർ കിട്ടി. പക്ഷെ അത് ഹലാലല്ലാത്തോണ്ട് അത് ഒഴിവാക്കി, അല്ലാത്തോണ്ട് ഒഴിവാക്കി.
അപ്പോഴാണ് ആ കാലത്തെ വാസിഖ് എന്ന് പറയുന്ന അബ്ബാസിയ ഭരണാധികാരി അബൂ ജഅഫർ ഹാറൂൻ ബിൻ മുഹമ്മദ് ബിൻ ഹാറൂൻ അർ റഷീദ്, ഹാറൂൺ റഷീദിന്റെ മോന് മുഹമ്മദിന്റെ മകൻ അബൂ ജഅഫർ ഹാറൂന്റെ പേരാണ് വാസിഖ്. ഇയാളുടെ മുന്നിൽ ഒരു നെഹ്വിന്റെ ഗ്രാമറ്റിക്കൽ റൂൾസിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ ഈ മഹാനെ വിളിച്ച് ഈ മഹാൻ അതിന്റെ ഉത്തരം പറഞ്ഞത് വാസിഖിന് ഭയങ്കര ഇഷ്ടമായി. ഉടനെ തന്നെ 1000 ദീനാറ് അതിന്റെ സമ്മാനമായിട്ട് കിട്ടി. അതിനെക്കുറിച്ച് മഹാന്മാര് പറയുന്ന അങ്ങനെയാണ്: ഇന്നലെ 100 ദീനാറ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാത്തൊരു കാര്യം ചെയ്താൽ അതിന് സമ്മാനം കിട്ടുമായിരുന്നു. പക്ഷെ അത് ഹറാമാകുമോ എന്നുള്ള പേടിയിൽ ഒഴിവാക്കിയപ്പോൾ പിറ്റേന്ന് തന്നെ അള്ളാഹു 1000 ദീനാറ് മൂപ്പരുടെ കയ്യിലേക്ക് എത്തിച്ചു. അതങ്ങനെയാണ്. നമുക്ക് കൈക്കൂലി വാങ്ങാൻ നല്ല ചാൻസ് കിട്ടി വിചാരിച്ചു, വേണ്ടെന്ന് വെച്ച് അതിന് അള്ളാഹു 1000 അല്ല 10,000 കണക്കിന് അള്ളാഹു തരും. ഒരു കളവ് പറഞ്ഞാൽ ഉറപ്പ് നമുക്ക് ഒരു 1000 രൂപ കിട്ടും, അതിന്റെ ഡബിൾ അള്ളാഹ് തരും ദുനിയാവിൽ. അപ്പൊ എല്ലാ ഹറാമുള്ള. ഇതാണ് രണ്ടാമത്തെ ഒരാശയം. മൂന്നാമത്തെ കൂടി പറയാൻ നിർത്തും. എന്താ മൂന്നാമത്തത്? നല്ല നല്ല കുറെ അമലുകൾ നമ്മൾ ചെയ്യണം. എന്താണ് ഈ നല്ല നല്ല അമല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അതിനെക്കുറിച്ചും ഒരു കിതാബുണ്ട്, ഇതിൽ തന്നെ ഉണ്ട് ആ കിതാബ്. ആ കിതാബിന്റെ പേര് അൽ കലിമാത്തുൽ ബയ്യിനാത്ത് എന്നാണ്. അൽ കലിമാത്തുൽ ബയ്യിനാത്ത്, അടിപൊളി കിതാബ്. അൽ കലിമാത്തുൽ ബയ്യിനാത്ത് ഫീ ഖൗലിഹി തആല വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്ത്. നല്ല അമലുള്ളവർക്ക് സ്വർഗ്ഗം ഉണ്ട് എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥം. ഇതിൽ പറയുന്നതാണ് എന്താണ് ഈ നല്ല അമല് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല അമൽ ചെയ്യണം. നമുക്കൊക്കെ ഈ പുതിയ കാലത്ത് ശരിക്കും പഠിക്കേണ്ട ഒരു ആശയം കൂടി പറഞ്ഞാൽ നിർത്താട്ടോ. റജബ് എന്ന് വിചാരിച്ചിട്ട് എന്തെല്ലോ കുത്തി പറയാനൊന്നും അല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, കേട്ടിട്ടുണ്ടാവല്ലോ. എന്താണ് നല്ല അമല് എന്ന് പറഞ്ഞാൽ? എന്താണ് നല്ല അമല്? ഒന്ന്, അൽ അഅ്മാലു സ്വാലിഹാത്തു നൗആനി. നല്ല അമല് ചെയ്താൽ സ്വർഗ്ഗം ഉണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാ, നല്ല നല്ല അമല് എന്ന് പറഞ്ഞാൽ 2 വിധമാണ്. 2 വിധം. ഒന്ന്, അഅ്മാലും ബൈനക വ ബൈനൽ ഇബാദ്. ഒന്ന്, നിന്റെയും മറ്റ് ജനങ്ങളുടെയും ഇടയിലുള്ള അമല്. ഉദാഹരണം പറയാം, കഅദാഇൽ അമാനാത്ത്. വാക്ക് ലംഘിക്കാതിരിക്കുക, വാക്ക് പൂർത്തിയാക്കുക, പറഞ്ഞ വാക്കൊക്കെ പൂർത്തിയാക്കുക. നാളെ വരാന്ന് പറഞ്ഞാൽ നാളെ വരാം. കടം വാങ്ങിയാൽ തിരിച്ച് കറക്റ്റ് കൊടുക്കുക. കടം തിരിച്ചു കൊടുക്കാണ്ട് നീ കുറെ ഹജ്ജും ചെയ്തിട്ട് എന്താടാ കാര്യം? ശരിക്കും ശ്രദ്ധിക്കണം. ആദ്യം പറയുന്ന തന്നെ എന്താ? അഅ്മാലും ബൈനക വ ബൈനൽ ഇബാദ്. നല്ല അമൽ ചെയ്തവർക്ക് സ്വർഗ്ഗം ഉണ്ട് എന്നുള്ള ഗ്രന്ഥാണ് ഈ ഗ്രന്ഥം. കിതാബിന്റെ പേര് ഞാൻ ഒന്നും കൂടി പറയാം. മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവും ഇവിടെ, അവർക്ക് വേണ്ടിയാ പറയണത്. അൽ കലിമാത്തുൽ ബയ്യിനാത്ത് ഫീ ഖൗലിഹി തആല വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്ത്. സൂറത്തുൽ ബഖറന്റെ ആയത്താണത്. അൽ കലിമാത്തുൽ ബയ്യിനാത്ത് എന്നാണ് കിതാബിന്റെ പേര്. അടിപൊളി കിതാബ്. അങ്ങനത്തെ 300 റിസാലകൾ ഉണ്ട്. അടിപൊളി കിതാബ്. അതിൽ പറയുന്ന ഒന്നാമത്തെ അമൽ എന്താണ്? അഅ്മാലും ബൈനക വ ബൈനൽ ഇബാദ്. നിന്റെയും മറ്റുള്ളവരുടെ ഇടയിലുള്ള അമല് നീ ആദ്യം കറക്റ്റ് ചെയ്യണം. കഅദാഇൽ അമാനാത്ത് വൽ വഫാഇ ബിൽ ഉഹൂദ്. കരാർ പൂർത്തിയാക്കുക, കറക്റ്റ് ജോലി ചെയ്യുമ്പോൾ ഒന്നും ഫോൺ ഉപയോഗിക്കരുത്. ശരിക്കും ശ്രദ്ധിക്കണം. അത് സംഘടനാ പ്രവർത്തനമായാലും എന്തായാലും നമ്മൾ അവിടുത്തെ ഒരു ശമ്പളം വാങ്ങുന്നത് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ അവരോടുള്ള ഒരു കടപ്പാടാണ്. ആ കടപ്പാടിൽ പലരും വീഴ്ച വരുത്തുന്നുണ്ട്. കഅദാഇൽ അമാനാത്ത്, വാക്ക് കറക്റ്റ് പൂർത്തിയാക്കണം. ഹുഖൂഖ്, കടപ്പാട് കൃത്യം വീട്ടണം. ഭാര്യനോട്, ഭർത്താവിനോട്. കളാ വീട്ടാനുള്ള നോമ്പാന്ന് വിചാരിക്കുക. ഇനിയും 4 മാസം ഉണ്ട് ആ പെണ്ണുങ്ങൾക്ക്. എന്നാ ഭർത്താവിനോട് സമ്മതം ചോദിച്ചിട്ടേ നോക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇല്ലാതെ ഒരു പെണ്ണ് നോമ്പ് പറ്റൂന്ന് ചോദിച്ചോ, എന്ത് സുന്നത്തല്ലടോ, ഫർള് തന്നെ നോറ്റു.
എന്നാൽ ആ പെണ്ണ് പിണങ്ങിയ കൂട്ടത്തിൽ പെട്ടു. ആ പെണ്ണിന് വേണമെങ്കിൽ ചെലവ് ബ്ലോക്ക് ചെയ്യാൻ ഭർത്താവിന് ബിനജറിന്റെ കിതാബിലില്ലേ റളിയല്ലാഹു. കണ്ടോ? കറക്റ്റ് കറക്റ്റ് ശ്രദ്ധിക്കണം. ഭർത്താവ് ഇശാംസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോ ഭാര്യ മദീനയിലേക്കുള്ള പാതയാണ് ഓൺലൈനിൽ കേൾക്കുന്നത്. എല്ലാം പെൺമക്കളെ കൊണ്ട് ഓർ ചെയ്തു കൊടുക്കട്ടെ, ഞാൻ കുറച്ച് ഇബാത്ത് ചെയ്യാം. ഭർത്താവിന് ഇബാത്ത് ഹിദ്മത്ത് എടുക്കണതിനേക്കാൾ എന്ത് വലിയ ഇബാത്ത് നമുക്കുള്ളത് മനുഷ്യന്മാരെ. മക്കളെ തെർബിയത്ത് ചെയ്യണ്ടേ, അതൊക്കെ നോക്കണ്ടേ. ഉമ്മ ക്ലാസ്സിലാണ്, നിങ്ങൾ പോയിട്ട് കളിച്ചോന്നല്ല പറയണ്ടേ, മക്കളെ മര്യാദയ്ക്ക് നോക്കണം. അങ്ങനെയുണ്ട് അങ്ങനെ ഒരു മരണമൊക്കെ നടന്നപ്പോ ചില പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. എന്ത് തോന്നല്? ഞാനും പോയി മക്കത്തോ മദീനത്തായിട്ടും പോയിട്ട് മരിച്ചേക്കാം. നോ നോ നോ, അങ്ങനെ ഒരു ഇസ്ലാമില്ല. മക്കളെ തർബിയത്ത് ചെയ്യുക, ഭർത്താവിന്റെ ഹുക്കൂക്കുകൾ കടപ്പാട് വീട്ടുക, അതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ ഇബാദത്ത്. ചില താത്താമാർക്ക് അങ്ങനെ തോന്നാറുണ്ട്. എന്ത് തോന്നല്? എന്താ അവർക്ക് തോന്നല്? നമ്മളെല്ലാം കുറെ അടുക്കള പണിയില്ലായിട്ട് തീർന്നു പോയി ഉസ്താദേ, അങ്ങനെ തീർന്നു പോകാനുള്ളതൊന്നല്ല നമ്മളെ ലൈഫ്. ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കും. ഇതൊക്കെ വലിയ ഇബാദത്താണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. വസിലത്തിൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കൽ, ആ വലിയ ഇബാദത്ത്. അതൊന്ന്. അടുത്തത് വഅമാലും ബൈനക വബൈന അല്ലാഹി തആല, അള്ളാഹിന്റെയും നിന്റെ ഇടയിലുള്ള ഇബാദത്ത് ഉണ്ടാവും. അതാണ് രണ്ടാമത്തത്. വഹിയ നൗആനി, അതും രണ്ട് വിധമുണ്ട്. ഒന്ന് ലാഹിറ വ ബാത്തിന, പുറത്ത് കാണുന്നതും ഉണ്ടാവും, ഉള്ളിലുള്ളതും ഉണ്ടാവും. ഫല്ലാഹിറത്തു, പുറത്ത് കാണുന്നത് ഏതാ? അതാ ഉശ്ശറാഇ, ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ശുദ്ധി. അതേപോലെ ഉള്ളും നന്നാക്കണം. അതെങ്ങനെ? തവക്കുൽ ഉണ്ടാവണം, എന്റെ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവണം. അതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ വസ്സബ്രി ഫിൽ ബലാ, ക്ഷമ ഉണ്ടാവണം. വരിളാ ബിൽ ഖദാ, അള്ളാഹു തന്നതിൽ തൃപ്തി ഉണ്ടാവണം. ആരെങ്കിലും ഒക്കെ മരിച്ചാല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ, എന്തെങ്കിലും ഞാൻ ജീവിതം മതിയാക്കലായി, എനിക്കൊന്ന് മരിച്ചാൽ മതിയേനു, അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നരുത്. വശുക്റു ഫിർ റഖായി, ഒരു നല്ല ഭർത്താവിന് കിട്ടുമ്പോ, നല്ല മക്കളെ കിട്ടുമ്പോ ശുക്ർ ചെയ്യണം. അത് വേണം. ഇതാണ് ശരിക്ക് എന്ത് ഇതാണ് ശരിക്ക് അഅ്മാലു സ്വാലിഹ എന്ന് പറയുന്നത്. അൽ കലിമാത്തുൽ ബയ്യിനാത്ത് ഫീ ഖൗലിഹി തആല വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്ത് എന്ന ഗ്രന്ഥമാണ് ഇപ്പോൾ വായിച്ചത്. എന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മളെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കുക. 2, തെറ്റില്ലാതെ റജബിനെ നോക്കുക. 3, നല്ല നല്ല അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ധാരാളം ആൾക്കാർ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണവർക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ബ്ലോക്ക് റിമൂവ്. അള്ളാഹു ഈ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളെ ബർക്കത്തുണ്ട്, അവർക്ക് വേഗത്തിൽ അസുഖം ഷിഫയാക്കി കൊടുക്കട്ടെ, അവർക്ക് റാഹത്ത് നൽകുമാറാവട്ടെ. അതുപോലെ സൗദി വെസ്റ്റിലെ ഒരു RC കൂട്ടുകാരന്റെ ഭാര്യ പ്രസവവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രയാസത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടുകാരനാണ് ജിദ്ദ ബുക്ക് ഫെയറിന് വാങ്ങിയ കിതാബ് കൊണ്ടുവരുന്നത്. അവിടുന്ന് കൊണ്ടുവരാൻ ആളില്ലായിരുന്നു. അവൻ പറഞ്ഞു, ഉസ്താദ് എനിക്കൊന്നും വേണ്ട, ഉസ്താദ് ഇതൊന്ന് ദ്വാരുന്നാ മതി. അള്ളാഹു ആ മോന്റെ ഭാര്യന്റെ പ്രസവം വളരെ റാഹത്താക്കട്ടെ, സന്തോഷാക്കട്ടെ. വളരെ വേഗത്തിൽ നല്ല റാഹത്തുള്ള പ്രസവം നൽകി, ഒരു ന്യൂനത ഇല്ലാത്ത കുട്ടിനെ അള്ളാഹു നൽകട്ടെ. ആ സഹോദരിക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ. കഴിഞ്ഞ ദിവസം അങ്ങനെ ഉറപ്പ് ഹാദിയ പഠിതാക്കളുടെ ക്ലാസ്സിൽ മുഅ്മിനീങ്ങളെ കാമി പറഞ്ഞ് ദ്വാരന്നപ്പോ അൽഹംദുലില്ലാ നല്ല പ്രസവം നടന്നല്ലോ, അൽഹംദുലില്ലാ. ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വായിക്കേണ്ടതില്ലല്ലോ, അള്ളാഹുവിനെ അറിയുമല്ലോ. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. എൻ്റെ സുഖമില്ലാതെ പ്രയാസത്തിലാണ്, അഡ്മിറ്റാണ്. അള്ളാഹു ഷിഫയാക്കട്ടെ. മുഹമ്മദ് അഫ്സൽ RCUI ഇൻഷാ അള്ളാഹ്. ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യലി മനുഷ്യന്റെ തന്നെ കമ്മിറ്റി ഭാരവാഹികളായി. പാവപ്പെട്ട ഒരു കുടുംബം വീടില്ലാതെ പ്രയാസപ്പെടുന്നു. അള്ളാഹു റാഹത്താക്കട്ടെ. നമ്മുടെ SSFന്റെ ഒരു കല്യാണ റാഹത്തിൽ നടക്കണം. അള്ളാഹു ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കട്ടെ. നല്ല ഇണനെ അള്ളാഹു നൽകട്ടെ. നമ്മുടെ സജീവ പ്രവർത്തകൻ നടുവേദന കാരണം വളരെ പ്രയാസമാണ്.
അള്ളാഹു ശിഫയാക്കട്ടെ. എൻ്റെ വീടിന്റെ പണി തുടങ്ങണം, തടസ്സമില്ലാതിരിക്കാൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹു റാഹത്താക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മാട്ടൂൽ ജാറ മസ്ജിദ് കമ്മിറ്റി അംഗം കരീം ഹാജി, കടപ്പെട്ടുള്ള ആളാണ്. അള്ളാഹു അവരെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മനുഷ്യ സജീവ സഹകാരി റെയിൻബോ ഹമീദ് ഹാജിക്ക് അള്ളാഹു അവരുടെ എല്ലാ സ്വതക്കുകളും നീ സ്വീകരിക്കണേ റഹ്മാൻ. നമ്മളെ ഗോൾഡൻ 50 SSFന്റെ ഇത് കണ്ണൂര് നടക്കുമ്പോൾ ലക്ഷങ്ങൾ സ്വതക്ക ചെയ്ത മനുഷ്യനാണ്. നമ്മുടെ എല്ലാ പദ്ധതിക്കും അവരുടെ ആളും മറ്റൊക്കെ നമുക്ക് തന്നിട്ട് വളരെ ചീപ്പ് റേറ്റ്, പേരിനൊന്നും വാങ്ങല. അവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. ഷഹബാന്റെയും റമദാന്റെയും ക്ലാസ്സുകൾ വഴിയെ അറിയിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ, സംശയങ്ങൾക്ക് അവസരം ഏതായാലും ഇന്ന് നമുക്ക് വേഗം ദ്വായിലേക്ക് കടക്കുക. എന്തായാലും ഉത്തരം പറയണമെന്ന് വിചാരിച്ച 2 സംശയങ്ങളുടെ ഉത്തരം ഞാൻ പറയാം. ഒന്ന്, വൻദോഷങ്ങൾ 7 എണ്ണമല്ലേ, പിന്നെ ഇന്ന് പറഞ്ഞൊക്കെ കുറെ ഉണ്ടല്ലോ എന്നുള്ളതാണ് പിന്നെ ചോദിച്ചത്. വൻദോഷങ്ങളുടെ ലീഡർമാരാണ് 7 ആൾ. വൻദോഷം 7 അല്ല, വൻദോഷം 700 എണ്ണം വരെ ഉണ്ട്. 700 എണ്ണം വരെ സുബിക്കിമാൻ പറയേണ്ടത്. 300 എണ്ണം ഞാൻ ഇബ്നു ഹജർ സവാജറിൽ പറയുന്നുണ്ട്. ഹാഫിള് ദഹബി കിതാബുൽ കബായറിലും പറയുന്നുണ്ട്. മഖ്ദൂം അങ്ങൾ ജവാഹിറിലും പറയുന്നുണ്ട്. 700 വരെ ഉണ്ടാവും. അതിന്റെ ലീഡർമാരായ അങ്ങനെ ഉണ്ടാവില്ല, പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ ഭാരവാഹികൾ 7 ആളേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവരെ പ്രവർത്തകരുള്ളൂ എന്ന് വിചാരിക്കരുത്. മെമ്പർഷിപ്പ് എടുത്ത ടീം ഇഷ്ടം പോലെ ഉണ്ടാവും. അത്ര അതിന്റെ ഉദ്ദേശം ഉള്ളൂ. വേറൊരു സംശയം കൂടി നേരത്തെ ആരോ ചോദിച്ച ശ്രദ്ധയിൽപ്പെട്ടു, ക്ലാസ്സിന്റെ ഇടയിലായതുകൊണ്ട് പിന്നെ സ്കിപ്പ് ചെയ്തു. ഏതായാലും നമുക്ക് പിന്നീട് ആവാം ഇൻഷാ അല്ലാഹ്. ഗർഭിണികൾക്ക് അല്ലാഹു സുഖപ്രസവം നൽകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ട ഒരു പെരുവയൽ SSFന്റെ സെക്ടർ സെക്രട്ടറി ബാസിത്ത് സക്കാഫി വെന്റിലേറ്ററിലാണ്. റഹ്മാനെ, വേദന ഇങ്ങനെ കടിച്ചു തിന്നാണ് ആ മോന്. എന്താണ് ഖൈർ എന്ന് അള്ളാഹുക്കല്ലേ അറിയും. അള്ളാഹു നീ ശിഫ നൽകണേ റഹ്മാൻ. വളരെ പ്രയാസത്തിലാണ്, വളരെ വളരെ പ്രയാസത്തിലാണ്, അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്. അള്ളാഹുയെ ബദരീങ്ങളെ ബർക്കത്തുണ്ട് നീ റാഹത്ത് നൽകണേ. ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇളക്കി വിടുന്ന പ്രഭാഷണം കൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന്. ഇളക്കി വിടുന്ന പ്രഭാഷണം കൊണ്ട് ഉദ്ദേശം ഈ തീവ്രവാദ പ്രഭാഷണങ്ങൾ ഉണ്ടാവല്ലോ, മുസ്ലിമീങ്ങളെ കൊല്ലണം, കാഫിരീങ്ങളെ കൊല്ലണം എന്നൊക്കെ പറയണം. അത് പറ്റൂല എന്നർത്ഥം. അതാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാൻ. നമ്മളെ നീ നന്നാക്കണേ റഹ്മാനെ. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ. ആയിരങ്ങൾ പങ്കെടുത്ത ഈ മജ്ലിസിൽ എത്രയോ സ്വാലിഹീങ്ങൾ ഉണ്ടാവുമല്ലോ, അവരുടെ ഒക്കെ ബർക്കത്തുണ്ട്. എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ഉമ്മമാര്, ഒരുപാട് ഉമ്മാമ്മമാരൊക്കെ അറിയാം. നമ്മൾ ഈ സൂം ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എവിടെങ്കിലൊക്കെ പോയി വയലിനൊക്കെ പോയാൽ ചില വീട്ടിൽ നിന്ന് ഒക്കെ പറയും, മോന്റെ ക്ലാസ് കേൾക്കാറുണ്ട്, ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാറുണ്ട് ഒക്കെ. അവരെല്ലാം ബർക്കത്തുണ്ട്. നമ്മളൊന്ന് സ്വീകരിക്കണേ റഹ്മാനെ, നമ്മളെ നന്നാക്കണേ റഹ്മാനെ. എത്രയാ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയത്, ചെയ്യുന്നെല്ലാം കുറെ വൻദോഷങ്ങൾ അടക്കമുണ്ടല്ലോ, എല്ലാം പുറത്തന്ന് നീ നമ്മളെ ശുദ്ധിയാക്കണേ റഹ്മാനെ. നമ്മുടെ എല്ലാ പുറത്തു തരണേ, നമുക്ക് നന്നാവണം റഹ്മാനെ. റജബ് വരുന്നു, കുറെ റജബും റമദാനെല്ലാം കടന്നു പോകുന്നു എന്നല്ലാതെ നമ്മൾക്ക് നന്നാവുന്നില്ലല്ലോ. എത്രയാ ഗീബത്ത്, എത്രയാ നമീമത്ത്, എന്തെല്ലാം ഹറാം. നമ്മളെ മനസ്സും ശരീരമൊക്കെ ഒന്ന് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ബയ്യിൽ സ്വഹീഫത്തക സൗദാഅ ഫീ റജബ്, ആ വരി പറഞ്ഞ പോലെ നമ്മളെ കറുത്തുപോയ ഏടുകളൊക്കെ ഒന്ന് വെളുപ്പിച്ചേരണേ അല്ലാഹ്. നമ്മളെല്ലാ ഹറാം, ഇത്രയും വലിയ കാരുണ്യമുള്ള റബ്ബിന്റെ അടിമകളായിട്ട് വരെ നമ്മൾ നരകത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെ കൊള്ളു?
അത്രയും പുറത്തു തരാനായിട്ട് കാത്തിരിക്കുന്ന രാജാവിന്റെ അടിമകളായിട്ടും നമ്മൾ തെറ്റു പുറത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ ഉള്ളത്? പിന്നെ എന്തിനാ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ച്? നമ്മളെല്ലാം പുറത്തു വന്ന് നീ നമ്മളെ ശുദ്ധിയാക്കി തരണം. നമുക്ക് ഏറ്റവും വേണ്ടത് തെറ്റില്ലാത്തൊരു ജീവിതം നൽകണേ റഹ്മാനെ. എല്ലാ തെറ്റും കണ്ടും എടുത്തുപോയല്ലോ. തെറ്റ് നീ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കണേ റഹ്മാനെ. ഇമാമിയങ്ങൾ കിതാബിൽ നിന്നൊരു ചർച്ചയുണ്ട്. പൂർണ്ണമായി തെറ്റില്ലാത്ത ജീവിതം അള്ളഹാനോട് ചോദിച്ചു വാങ്ങലെന്ന ദുആ നടത്താൻ പറ്റൂ? കിട്ടുമോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അലി ഷിബ്രാം അലിസിയൊക്കെ ദ്വാരക്കാം, അങ്ങനെ എത്ര സൂഫിയാക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. തെറ്റില്ലാത്തൊരു ജീവിതം നീ നമ്മളെ സഹായിക്കണേ റഹ്മാൻ. ഹറാമില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മളെ വഴി നടത്തണേ അല്ലോ. ഇവിടെ ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞു. ഞാനാരെ ഇപ്പൊ ദ്വാരക്കാൻ? ഇതൊക്കെ ദ്വാരക്കാൻ പറയുന്ന ഒരു വലിയ തഹജ്ജുദ് നിസ്കരിക്കുന്നവരും ളുഹ നിസ്കരിക്കുന്നവരും നല്ല ഇബാദത്ത് ചെയ്യുന്ന ഉമ്മമാരല്ലേ. ഈ പാവങ്ങളെല്ലാം ബർക്കത്തുകൊണ്ട് നമുക്ക് ഇജാബത്ത് നൽകണേ റഹ്മാന്. നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഹറാമുകൾ പുറത്തു തരണേ റഹ്മാന്. നമ്മളെ നന്നാക്കി തരണേ അല്ലാ. നമ്മളെ ഇമാമിങ്ങളെ ബർക്കത്തുകൊണ്ട് നമ്മളെ ശുദ്ധിയാക്കി തരണേ റഹ്മാന്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എന്തെല്ലാമാണ് ദ്വാരക്കാൻ പറയണത്. ചിലരൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ പറയുമ്പോൾ എന്തൊക്കെ പ്രയാസം. മക്കൾക്ക്, ഭാര്യക്ക്, ഉമ്മാക്ക്, ഉപ്പാക്ക്, ഭർത്താവിന്, വീട്ടുകാർക്ക് എന്തെല്ലാം രോഗങ്ങൾ. പാവങ്ങളെല്ലാം വിഷമം. നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബർക്കത്തുണ്ട്, അവിടുത്തെ ഹക്ക് ജാഹ് കൊണ്ട് നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഇവിടെ പറഞ്ഞ ആ പാവങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ട് ടൈപ്പ് ചെയ്തത് ചിലപ്പോൾ നമുക്ക് വായിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നിനക്കറിയാലോ, നീ റഹ്മാനായ രാജാവല്ലേ. എല്ലാവരുടെയും വിഷമം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാൻ. അവരൊക്കെ മനസ്സറിഞ്ഞ ആമീൻ പറയണ്ടല്ലോ, അത് നീ കേൾക്കണേ റഹ്മാന്. നമ്മളെ നീ നന്നാക്കി തരണേ റഹ്മാന്. നമ്മളെ ദോഷങ്ങൾ പൊറുക്കണേ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ. ഉമ്മ ഗർഭിണിയാണെന്നൊക്കെ ഒരു കുട്ടിയുടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ വാക്കിൽ തന്നെ എന്തൊരു സൗന്ദര്യമുണ്ട്. ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കുന്നു. അവർക്ക് നല്ല സുഖപ്രസവം കൊടുക്കണമല്ലോ, നല്ല മക്കളെ കൊടുക്കണമല്ലോ. നേരത്തെ പറഞ്ഞ RC കൂട്ടുകാരന്റെ ഭാര്യക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലോ, നല്ല റാഹത്ത് നൽകണേ. ഡോക്ടർമാര് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. ഇതുപോലെ നമ്മുടെ SSFന്റെ മാടായി ഡിവിഷൻ പ്രസിഡന്റ് ജാസിം മദനിയുടെ വൈഫ് ഡെലിവറിക്ക് ഹോസ്പിറ്റലിലാണ്. മഹാന്മാരുടെ ഗ്രന്ഥങ്ങളെ ബർക്കത്തുണ്ട്, അയിമത്തിന്റെ ബർക്കത്തുണ്ട്, സഹിലായ രീതിയിൽ പ്രസവം നടത്തണമെന്ന് വലിയ മുജറബായ കാര്യമാണ്. കണ്ണൂർ സിറ്റിയിൽ കിടക്കുന്ന മൗലൽ ബുഖാരി തങ്ങളെ വേലി യാസീൻ ഓതിയിട്ട് പ്രസവ സംബന്ധിയായ കാര്യത്തിന് ദ്വാരന്നാല് വലിയ റാഹത്ത്. എനിക്കൊക്കെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കൂടി പറഞ്ഞുതരാണ്. മൗലൽ ബുഖാരി തങ്ങളെ വേലി യാസീൻ ഓതി ദ്വാരന്നാല് നല്ല പ്രസവം ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ എല്ലാ ഗർഭിണികൾക്കും മഹാന്റെ ബർക്കത്തുണ്ട്, സുഖപ്രസവം നൽകണേ അല്ല. ഒരു ഓപ്പറേഷനും നൽകല്ല റഹ്മാൻ. ദ്വാരക്കാൻ പറഞ്ഞ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലോ. നമ്മളെ നീ നന്നാക്കണേ. നമ്മളെല്ലാ ഹറാമും പൂർത്തരണേ. നമ്മളുടെ സദസ് തൗബന്റെ സദസ്സാക്കണേ അല്ലോ. തെറ്റു പൊറുക്കാൻ വലിയ പണിയൊന്നുമില്ല. വിചാരിച്ചിട്ട് അള്ളാഹ് എന്തോ പൊറുക്കാൻ വലിയ എന്തോ റിസ്ക് ആയിട്ടുണ്ടോ? ബുർദയിൽ പറഞ്ഞല്ലോ, യാ നഫ്സി ലാ തഖ്നതി മിൻ സല്ലത്തിൻ അളുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമി. എന്താ അതിന്റെ അർത്ഥം? യാ നഫ്സി, ഓ മോനെ, ലാ തഖ്നതി, നീ എന്തിനാടാ നിരാശപ്പെടുന്നത്? മിൻ സല്ലത്തിൻ അളുമത്ത്, കുറെ തെറ്റ് വലുത് ചെയ്തു പോയി എന്ന് പേടിച്ചിട്ടാ നീ നിരാശപ്പെടുന്നത്? അതെന്തിനാടോ? ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമി, അള്ളാഹ്ക്ക് പൊറുക്കണോന്ന് വിചാരിച്ചാൽ ചെറുതും വലുതെല്ലാം കണക്കന്നല്ലേ. അല്ലാണ്ട് അള്ളാഹ് പറയോ ഞാൻ കുറെ ശ്രമിച്ചു നോക്കി മോനെ, എങ്ങനെ പൊന്തുന്നില്ല, അത്രയും വലിയ തെറ്റാണ്? അങ്ങനെയൊന്നും അള്ളാഹ്ക്കില്ലല്ല. അള്ളാഹ്ക്ക് പൊറുക്കണോന്ന് വിചാരിച്ചാൽ ചെറുതും വലുതെല്ലാം കണക്കന്നെ. പൊറുക്കണ്ടെന്ന് വിചാരിച്ചാല് വലിയ തെറ്റൊന്നും പോണമെന്നില്ല, ചെറുതുണ്ടായാലും മതി നരകത്തിലിടാൻ. പിന്നെ നമ്മളല്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ. അള്ളാഹ്ക്ക് എങ്ങനെയെങ്കിലും നമ്മൾ പുറത്തേറണം. അതാണ്. എന്താണ് ആ വരിന്റെ ഒരു സൗന്ദര്യം. യാ നഫ്സി ലാ തഖ്നതി.
എന്തിനാ മോനെ നീ പേടിക്കണത്? വലിയ തെറ്റ് ചെയ്തു പോയെന്ന് വിചാരിച്ചിട്ടാ? ഇന്നൽ കബായിറ, വലിയ തെറ്റും ഫിൽ ഗുഫ്റാനി, പൊറുക്കുന്ന വിഷയത്തിൽ കല്ലമീ ചെറുതുപോലെ തന്നെ. അല്ലാഹു നീ പൊറുച്ചേരണേ അല്ലാഹു. ഈ വരിയുടെ ബർക്കത്തുണ്ട് നമ്മൾ അടിമുടി നീ ശുദ്ധിയാക്കി റജബിലേക്ക് നല്ല ഒരുങ്ങിയിട്ടുള്ള മോമിനിയങ്ങളാക്കണേ. ഈ റജബോട് നമ്മളൊന്ന് നന്നാക്കി തരണം. ഒരുപാട് അമലുകൾ ചെയ്യാൻ, ഖുർആൻ ഓതാൻ, റജബും ഷാബാനും റമദാനും അങ്ങനെ ഒന്ന് തൗഫീഖ്. മക്കളില്ലാത്ത ഒരുപാട് കൂട്ടുകാർ, നല്ല മക്കളെ കൊടുക്കണേ റഹ്മാൻ. നമ്മൾക്ക് ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യണം. അവസാനം മരിക്കുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന സമയത്ത്, നിന്നെ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ മൗത്താക്കണേ റഹ്മാൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ